എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വിഷയം പ്രമേഹവും അനുബന്ധ രോഗങ്ങളും മാറ്റാം, മരുന്നുകൾ നിർത്താം എന്നുള്ളതാണ്. ആദ്യമായിട്ട് ഡോക്ടർ ജോളിയോട് ചോദിക്കാനുള്ളത്, ഈ പ്രമേഹത്തെ പറ്റി പറയുമ്പോൾ പൊതുവെ ഒരു ധാരണ എന്താണെന്ന് വെച്ചാൽ, ഈ പ്രമേഹം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുന്ന ആ സന്ദർഭത്തിൽ പിന്നെ അവർക്ക് അങ്ങോട്ട് ഒരു പ്രമേഹ രോഗിയാണ് എന്നുള്ളൊരു ചിന്ത വരികയും പിന്നെ അത് ഇനി ഒരു മാറാരോഗം പോലെ ഇങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു പേടി കൂടെ വരികയാണ്. കൂടാതെ പലപ്പോഴും ഇത് കണ്ടുപിടിക്കുമ്പോൾ തന്നെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇല്ലയോ എന്നൊക്കെ അന്വേഷിച്ച് പോകലും ഒക്കെ ആയിട്ട് പിന്നെ പല അസുഖങ്ങൾ ഉണ്ടോ ഇല്ലയെന്ന് തിരിച്ചറിയാനും പിന്നെ പല അസുഖങ്ങളുടെ മരുന്നുകൾ കഴിക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കാനും അങ്ങനെ അങ്ങ് പോകും. അപ്പം ആദ്യം ഇങ്ങനെ പ്രമേഹം ഉണ്ട് എന്ന് അറിയുന്ന സന്ദർഭത്തിൽ ശരിക്കും ഒരു രോഗി എന്താണ് മനസ്സിലാക്കേണ്ടത്? പ്രമേഹം ഉണ്ടെന്ന് അറിയുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ എക്സ്റ്റെൻ്റാണ് നമ്മൾ എത്ര ഉണ്ടെന്നുള്ളത്, അതായത് എത്ര കൂടുതലാണ് എത്ര കുറവാണ്, മറ്റ് ഓർഗനുകളെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടോയെന്ന്. ഇന്നിപ്പോൾ കൂടുതൽ ടെസ്റ്റുകളും ഒക്കെ അവൈലബിൾ ആണ്. എല്ലാവരും വെരി ഹെൽത്ത് കോൺഷ്യസ് ആയതുകൊണ്ട്, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ മിക്കവാറും എല്ലാവർക്കും അറിയായിരിക്കും, നേരത്തെ തന്നെ കണ്ടുപിടിക്കാറുണ്ട്. പിന്നെ ചിലരിപ്പോൾ കണ്ടുപിടിച്ചില്ല, ചിലപ്പോൾ പെട്ടെന്നാണെങ്കിൽ അറിയുന്നത്. അതിൻ്റെ എക്സ്റ്റെൻറ്റ് എന്തെന്ന് അറിയാനായിട്ടാണ് നമ്മൾ ഷുഗർ നോക്കുന്നത് മാത്രം പോരാ. നമ്മളൊന്ന് ഫുഡ് കൺട്രോൾ ചെയ്തിട്ട് ഷുഗർ നോക്കിയാൽ എപ്പോഴും നോർമലായിരിക്കും. അപ്പം HbA1c നോക്കണം. അതിപ്പോൾ ഒരു 3-4 മാസത്തിൻ്റെ ഒരു ആവറേജ് ആയിരിക്കും അവർക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൽ ഒരു 6-ൽ കൂടുതലാണ്. ശരിക്കും ഐഡിയലി അത് 5.5, അറൗണ്ട് 5.5 നിൽക്കേണ്ടതാണ്. നമ്മൾ ജനറലി എടുക്കുന്നത് 5.7-ന് മുകളിലാണ്. 6.4 വരെ നമ്മൾ പ്രീ ഡയബറ്റിക് എന്നും 6.4-ന് മുകളിലാണെങ്കിൽ ഫ്രാങ്ക് ഡയബറ്റിസ് എന്നാണ് എടുക്കുന്നത്. അത് നമ്മൾ ആദ്യം അറിയുമ്പോൾ തന്നെ വേറെ ഒരു മരുന്നൊന്നും ഇല്ലാതെ നമ്മളിപ്പം ജസ്റ്റ് ഇനിഷ്യലി തന്നെ നോക്കുമ്പം 5.7-ഓ 5.8-ഓ അല്ലെങ്കിൽ 6-ഓ ഒക്കെ ആണെങ്കിൽ നമ്മളൊന്ന് ലൈഫ് സ്റ്റൈൽ കൺട്രോൾ ചെയ്താൽ മാത്രം മതി. അതായത് കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക. നമുക്ക് ഓവർ വെയ്റ്റ്, നമുക്കെപ്പോഴും ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ടാണ് ഡയബറ്റിസ് വരുന്നത്. നമ്മൾ 90% ഡയബറ്റിസും ഇൻസുലിൻ്റെ കുറവല്ല, ഇൻസുലിൻ റെസിസ്റ്റൻസാണ്. ഇൻസുലിൻ റെസിസ്റ്റൻസിന് കാരണം നമ്മളുടെ ബോഡിയിലെ ന്യൂട്രീഷൻ്റെ കുറവോ അല്ലെങ്കിൽ ടോക്സിൻസോ ആകാം. ടോക്സിൻ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനം കൊഴുപ്പാണ്. അപ്പം നമ്മൾ കഴിക്കുന്ന കൊഴുപ്പിൻ്റെ അളവ് കൂടുക, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കൂടുകയും അതിനോടൊപ്പം തന്നെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയും കൂടെ വരുമ്പോൾ ഡയബറ്റീസ് വരാനുള്ള ചാൻസ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കണ്ടുപിടിച്ച് നമ്മളത് ഒഴിവാക്കാനാണ്. പലരും അങ്ങ് ഡയബറ്റീസ് കണ്ടുപിടിച്ചു പിന്നെ പെട്ടെന്ന് അങ്ങ് ഡിപ്രസ്ഡ് ആയി പോകുന്ന ആൾക്കാരുണ്ടോ, എനിക്കൊന്നും ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, മധുരം പറ്റില്ല, അങ്ങനെയൊന്നുമില്ല. നമ്മൾ കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ പഠിക്കണമെന്നേ ഉള്ളൂ. നമുക്ക് ഇന്ന് ഡയബറ്റിസ് നമുക്ക് ടൈപ്പ് 2 ഡയബറ്റിസ്, അതായത് 2 തരം ഡയബറ്റീസ് ആണ്, ടൈപ്പ് 1 ഡയബറ്റിസും ടൈപ്പ് 2 ഡയബറ്റിസും. ടൈപ്പ് 2 ഡയബറ്റിസ് അതായത് ഇൻസുലിൻ്റെ അളവ് നോർമൽ ഉള്ള നിലയിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്കത് കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ ഈ ടൈപ്പ് 1 ആണ് പ്രോഗ്രസീവ് ആകാതെ, അതിൽ പോലും നമ്മൾ തുടക്കത്തിലെ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്താൽ നമുക്ക് ചിലപ്പോൾ അത് ടൈപ്പ് 1 ഇൻസുലിൻ ഡിപ്പെൻഡൻസിലേക്ക് പോകുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഇന്ന് കാണുന്ന 90% പേരും, അതായത് ഡയബറ്റീസിന് മരുന്ന് കഴിക്കുന്ന 90% പേരും, ഗുളികകൾ കഴിക്കുന്ന എല്ലാവരും ടൈപ്പ് 2 ഡയബറ്റീസ് പേഷ്യൻസ് ആണ്. അത് നമുക്ക് ടോട്ടലി റിവേഴ്സ് ചെയ്യാൻ പറ്റും. മരുന്ന് വെച്ചല്ല, നമ്മുടെ ജീവിതശൈലി കറക്റ്റ് ചെയ്തുകൊണ്ട്. ഒരു മരുന്നും ഡയബറ്റീസ് മാറ്റാനായിട്ടില്ല, അത് നമ്മൾ മനസ്സിലാക്കണം. ജീവിതശൈലി രോഗമാണ്, അതിനെ ഒരു മരുന്നുകൊണ്ടും മാറ്റാൻ പറ്റില്ല. ഡയബറ്റീസ് നമ്മൾ ആ ജീവിതശൈലി കറക്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അതിനെ റിവേഴ്സ് ചെയ്യണം. ഈ ഡയബറ്റിസ് കണ്ടുപിടിച്ച് കഴിയുമ്പോഴത്തേക്കും സാധാരണഗതിയിൽ ഈ ചെക്ക് ചെയ്യുമ്പോൾ, ടെസ്റ്റൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് അറിയുന്നൊരു കാര്യമായിരിക്കും BP-യിലെ ബുദ്ധിമുട്ടുകൾ. അപ്പം ബ്ലഡ് പ്രഷർ കൂടുതലാണെന്നോ ഒക്കെ ആയിട്ട് അങ്ങനെ വരുന്നത് സാധാരണ ഈ ഡയബറ്റീസുകാർക്ക് വളരെ കൂടുതലാണ് ഈ BP പ്രശ്നമുള്ളത് എന്ന് പറയുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അവരപ്പോൾ അത് എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുക?
ഡയബറ്റിസും ഹൈപ്പർ ടെൻഷനും അതൊരു ഈ ഒരു മെറ്റബോളിക് സിൻഡ്രോമിൻ്റെ അടുത്ത ലക്ഷണമാണ്. അതായത് സിൻഡ്രോം എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസീസ് എന്നാണ്. ഒരു ഗ്രൂപ്പ് രോഗങ്ങളെ ഒന്നിച്ചു വരുമ്പോഴാണ് നമ്മൾ സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പം മെറ്റബോളിക് സിൻഡ്രോമിൻ്റെ ഒരു പാർട്ടാണ് ഡയബറ്റിസ്, അടുത്ത പാർട്ടാണ് ഹൈപ്പർ ടെൻഷൻ. ഇത് രണ്ടും എപ്പോഴും ലിങ്ക് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ടൈപ്പ് 2 ഡയബറ്റീസിൻ്റെ കൂടെ പ്രഷർ കൂടാനുള്ള ഒരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടൈപ്പ് 2 ഡയബറ്റീസിൽ ഇൻസുലിൻ്റെ അളവ് കുറയുമല്ല, കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം ഇൻസുലിൻ സോഡിയം റിട്ടൻഷൻ ഉണ്ടാക്കും. സോഡിയം നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ കൂട്ടാനായിട്ട് നോക്കും. അത് ഇൻസുലിൻ്റെ ഒരു നേച്ചറാണത്. അപ്പം ഇൻസുലിൻ നമ്മളിപ്പോഴും പറയില്ലേ, BP ഉള്ളവരോട് സോഡിയം ഉപ്പ് കുറയ്ക്കണമെന്ന് പറയില്ലേ. അപ്പം പക്ഷേ ഈ ഇൻസുലിൻ ഈ സോഡിയം കൂട്ടുന്ന കാരണം നമുക്ക് പ്രഷർ കൂടാനുള്ള സാധ്യത വരും. പിന്നെ ഈ ഡയബറ്റിസ് വരാനുള്ള അതേ സെയിം അടിസ്ഥാന കാരണം തന്നെയാണ് പ്രഷറിൻ്റെ. അതായത് ജീവിതശൈലി രോഗമാണ് പ്രഷറും. പ്രഷറിൻ്റെയും കാരണം നമ്മളുടെ ബോഡിയിൽ അമിതമായിട്ട് അടിഞ്ഞുകൂടുന്ന കൊഴുപ്പിൽ നിന്ന് വരുന്ന ഇൻഫ്ലമേഷനാണ്. ഇതെല്ലാം ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്ന് പറയും. അതും ഫാറ്റും തമ്മിൽ, അതായത് നമ്മുടെ ബോഡിയിലെ കൊഴുപ്പും തമ്മിൽ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഇത് രണ്ടും ഒന്നിച്ച് വരുന്നത്. പിന്നെ ഡയബറ്റീസിന് മരുന്ന് കഴിച്ചു തുടങ്ങുന്നതോടുകൂടി ഈ ഡയബറ്റീസ് അതുവരെ പ്രഷർ ഇല്ലാതിരുന്നവർക്കും പ്രഷർ വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിക്കവാറും എല്ലാ ഡയബറ്റിക് മരുന്നുകളും നമ്മളുടെ ഇൻസുലിൻ്റെ അളവ് കൂട്ടുവാനാണ് നോക്കുന്നത്. കൂടുതൽ ഇൻസുലിൻ നമ്മുടെ പാൻക്രിയാസിനെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ച് നമ്മുടെ ഷുഗർ കൺട്രോൾ ചെയ്യിപ്പിക്കാനാണ് നോക്കുന്നത്. അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ, നമ്മൾ ടൈപ്പ് 2 ഡയബറ്റീസിനാണെങ്കിൽ ഇൻസുലിൻ ഇഞ്ചക്ഷൻ 4 നേരം എടുക്കുന്നവരുണ്ട്. ഈ ഇൻസുലിൻ എല്ലാം കൂടി ചെല്ലുമ്പോൾ വീണ്ടും പ്രഷർ കൂട്ടും. കാരണം ഇത് സോഡിയം റിട്ടൻഷൻ ഉണ്ടാക്കാൻ നമ്മുടെ ഹോൾ മെറ്റബോളിസത്തെ തെറ്റിക്കുകയാണ് ചെയ്യുന്നത്. എന്ത് സാധനം ഇൻസുലിൻ കുറയുന്നത് പോലെ തന്നെ ഡേഞ്ചറസ് ആണ് ഇൻസുലിൻ കൂടുന്നതും. നമുക്കറിയാം, തൈറോയ്ഡ് ഹോർമോൺ കുറഞ്ഞാൽ അസുഖം വരും, കൂടിയാൽ അതിലും വലിയ അസുഖം വരും. അപ്പം അതുപോലെ തന്നെ ഡയബറ്റീസിൻ്റെ മരുന്ന് പ്രഷർ ഇൻസുലിൻ കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അസുഖം വരുന്ന പോലെ തന്നെ ഇൻസുലിൻ കൂടിക്കഴിഞ്ഞാലും വരും. അപ്പം ആ ഒരു കാര്യം മനസ്സിലാക്കണം. അപ്പം അതാണ് നമുക്ക് വന്നിരിക്കുന്ന ഒരു നമ്മൾ ആ സിംറ്റമാറ്റിക് കൺട്രോളിനാണ് ഇപ്പോൾ ഇതുവരെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. പക്ഷെ സിംറ്റമാറ്റിക് അത് മാത്രമല്ല വരുന്നത്, സിംറ്റം പോലും അല്ല, ശരിക്കും ബ്ലഡ് ഷുഗർ കുറയ്ക്കാനായിട്ടുള്ള എഫേർട്ടാണ് നമ്മൾ എടുക്കുന്നത്. ബ്ലഡ് ഷുഗർ കുറയ്ക്കാൻ എടുക്കുമ്പോൾ അതിലും വലിയ അപകടത്തിലേക്ക് നമ്മൾ പോകുന്നതും അതുകൊണ്ടാണ്, ഇൻസുലിൻ്റെ അളവ് കൂടുന്നത് കൊണ്ടാണ്. ഈ ഡയബറ്റീസിൻ്റെ കാര്യം പറയുമ്പോൾ ഈ ഇലക്ട്രോലൈറ്റ് ബാലൻസ്, ഇപ്പോൾ ഈ സോഡിയത്തിൻ്റെയും പൊട്ടാഷ്യത്തിൻ്റെയൊക്കെ ലെവൽ മാറലും അങ്ങനത്തെ ഇഷ്യൂസൊക്കെ കൂടുതലാണെന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ ഡയബറ്റീസ് ഇപ്പോൾ എപ്പോഴും കേൾക്കുന്ന ഒരു വിഷയമാണ് ഈ സോഡിയം കുറഞ്ഞു പോലും അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ. അപ്പം അതും ഈ ഡയബറ്റീസുമായിട്ട് എന്താ ശരിക്കും ബന്ധം? ഈ ഡയബറ്റിക് പേഷ്യൻസ് പ്രത്യേകിച്ചും അൺകൺട്രോൾഡ് ആയിരിക്കുമ്പം നമ്മൾ യൂറിനിൽ കൂടെ ഈ എക്സസ് ഗ്ലൂക്കോസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ നാച്ചുറൽ ടെൻഡൻസിയാണ് യൂറിനിൽ കൂടെയാണ് എക്സസ് ഉള്ള ഗ്ലൂക്കോസിനെ പുറത്ത് കളയാൻ. നമ്മുടെ ബോഡി കിഡ്നിയുടെ ഫങ്ഷൻ അതാണല്ലോ, ടോക്സിൻസിനെ പുറത്ത് കളയാൻ. അപ്പോൾ കൂടുതലുള്ള ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ അത് ടോക്സിനാണ്. അപ്പോൾ അത് കിഡ്നി തന്നെ ഫിൽറ്റർ ചെയ്ത് കളയാൻ നോക്കും. പക്ഷെ ആ മെക്കാനിസത്തിൽ സോഡിയം അങ്ങോട്ടും ഈ സാധനങ്ങളൊക്കെ അബ്സോർപ്ഷനും സോഡിയത്തിൻ്റെ അബ്സോർപ്ഷനും സോഡിയം പുറത്ത് കളയുക, അങ്ങനെ കുറേ കാര്യങ്ങളും കൂടെ വരും. അപ്പം ഇതിനൊപ്പം തന്നെ എന്താ പറ്റുന്നതെന്ന് ചോദിച്ചാൽ, മിക്കവാറും ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ BP-ക്കുള്ള മരുന്ന് കഴിക്കുന്നുണ്ടാവും. ഈ BP-ക്കുള്ള മരുന്നിൻ്റെ എല്ലാം പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സോഡിയം പുറത്തേക്ക് കളയുക എന്നുള്ളതാണ്. അപ്പോൾ അത് സോഡിയം പുറത്തേക്ക് കളയാനും നോക്കും. BP ഉള്ളൊരു സോഡിയം ഉപയോഗം കുറവായിരിക്കും. അതിനൊപ്പം തന്നെ ഈ ഗ്ലൂക്കോസിൻ്റെ കൂടെ കൂടുതൽ സോഡിയം പുറത്തേക്ക് പോവുകയും ചെയ്യും. കാരണം യൂറിൻ കൂടുതലുണ്ടാക്കി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ യൂറിൻ പോകും. അതാണ് ഒത്തിരി പേർക്ക് കാണുന്നുണ്ട്. ഈ സോഡിയം നമ്മുടെ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ്റെ ഭാഗമായിട്ട് നമ്മളെപ്പോഴും നമ്മൾ ബോഡിയുടെ മൊത്തം കാര്യങ്ങൾ അറിയാൻ നോക്കും. അതിനകത്ത് സിംറ്റമാറ്റിക് അല്ലാത്ത ആൾക്കാർക്ക് പോലും പലർക്കും ഒത്തിരി സോഡിയം കുറഞ്ഞു പോകുന്നതായിട്ട് കാണുന്നു. അത് എല്ലാവരും ഇലക്ട്രോലൈറ്റ്സ് നോക്കി ക്ഷീണം വരികയാണെങ്കിൽ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഡയബറ്റിക് പേഷ്യൻസിന് ക്ഷീണം വരുമ്പോൾ ഷുഗർ കൂടുതലാണെങ്കിൽ അതിൻ്റെ മിക്കവാറും ആ ക്ഷീണത്തിൻ്റെ കാരണം സോഡിയം കുറഞ്ഞു പോകുന്നതായിരിക്കും. അപ്പം പലപ്പോഴും എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ, ക്ഷീണം വരുമ്പോൾ എല്ലാവരും എടുത്ത് ഭക്ഷണം കഴിക്കും. അപ്പോൾ ആദ്യം നമ്മൾ എന്തെങ്കിലും കാർബോഹൈഡ്രേറ്റ് കഴിക്കാനുള്ള ടെൻഡൻസി ആയിരിക്കും വരുന്നത് ക്ഷീണം കുറയ്ക്കാൻ. അപ്പം പക്ഷെ കാരണം അതാവില്ല, ഗ്ലൂക്കോസൊക്കെ കൂടി നിൽക്കുകയായിരിക്കും. പക്ഷെ ക്ഷീണത്തിൻ്റെ കാരണം ഇലക്ട്രോലൈറ്റ്സ് ആണ്. പ്രത്യേകിച്ച് സോഡിയം ക്ലോറൈഡും, സോഡിയം ഈക്വലി ക്ലോറൈഡും ഇതാണ്. സോഡിയം കുറയും, മിക്കവാറും അതിൻ്റെ കൂടെ ക്ലോറൈഡും കുറയാനുള്ള ടെൻഡൻസി ഉണ്ടാവും.
അത് നമ്മളുടെ കാരണം സോഡിയം ക്ലോറൈഡും അത്ര കറക്റ്റായിട്ട് നിൽക്കണം. അത് നമുക്ക് ഒത്തിരി കൂട്ടാൻ ഇപ്പം ഗ്ലൂക്കോസ് ഇച്ചിരി കൂടിപ്പോയാലും നമ്മൾ ബോഡി മാനേജ് ചെയ്തോളും. സോഡിയം കൂടുകയോ കുറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ബോഡിക്ക് മാനേജ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ അത് ഒരു പ്രോബ്ലമാണ്. പ്രത്യേകിച്ച് ഡയബറ്റീസിനും ഹൈപ്പർ ടെൻഷനും കൂടെ മരുന്ന് കഴിക്കുന്നവരിൽ അത് കൂടുതലായിരിക്കും. ഇപ്പൊ ഈ പല കേസുകളിലും 90% കൂടുതൽ ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ളവർക്ക് വണ്ണത്തിന്റെ പ്രശ്നം ഉണ്ടെന്നാണ് പറയുക, ഒബീസിറ്റി പ്രോബ്ലം ഉണ്ടെന്ന്. അപ്പം ശരിക്കും അങ്ങനെയുള്ളവരിൽ ഡയബറ്റീസ് വരുമ്പോൾ എങ്ങനെയാണ് അവരത് കാണേണ്ടത്? അവർ കാണേണ്ടത് ബേസിക്കലി അവർ ആദ്യം മനസ്സിലാക്കുന്ന അവർ ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളത്. ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് വരേണ്ടത് നമ്മൾ. നമുക്ക് ഡയബറ്റീസോ പ്രഷറോ ഒക്കെ ഉള്ളവർ മനസ്സിലാക്കേണ്ടത് അവർ ഒന്നെങ്കിൽ അവർ ആവശ്യത്തിൽ ഓവർ വെയിറ്റ് ഉള്ളവരാണെങ്കിൽ അവർ ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നു, അതുകൊണ്ടാണ് അവരുടെ വെയിറ്റ് കൂടുന്നത്. അവർ പ്രത്യേകിച്ച് കാലറി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റും ഫാറ്റും കൂടുതലുള്ള ഫുഡ് കുറയ്ക്കുക. ആ ഒരു കാര്യം മനസ്സിലാക്കിയാൽ തന്നെ എളുപ്പമാകും. ഈ ഡയബറ്റീസ് കാരണം ഫെർട്ടിലിറ്റീനെ ബാധിക്കും എന്ന് പറയുന്നുണ്ട്. അത് എങ്ങനെയാണ്? ഡയബറ്റീസ് വരുമ്പം നമ്മുടെ ബോഡിയിൽ ഒരു ടോക്സിൻ്റെ അളവ് കൂടുക എന്ന് ഓർക്കണം. ശരിക്കും പറഞ്ഞാൽ ഒരു ടോക്സിൻ അല്ല. ടൈപ്പ് 2 ഡയബറ്റീസ് വരുമ്പം രണ്ടെണ്ണമാണ്. ഒന്ന് ഗ്ലൂക്കോസും കൂടും, ഒന്ന് ഇൻസുലിനും കൂടും. ഇൻസുലിൻ ഒരു ഹോർമോണാണ്. അപ്പോൾ അതിനൊപ്പം തന്നെ ആ ഹോർമോണൽ ഇംബാലൻസ് അതിനകത്ത് പ്ലേ ചെയ്യും. അതുകൂടാതെ ഗ്ലൂക്കോസ് തന്നെ ഒരു ടോക്സിനായിട്ട് വർക്ക് ചെയ്യും. പിന്നെ ടൈപ്പ് 2 ഡയബറ്റീസിലുള്ള പേഷ്യൻസിൽ ഫാറ്റ് ഒരു ടോക്സിനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഫാറ്റ് നമ്മൾ ഈ എന്ത് ടോക്സിൻ വരുമ്പോഴും ഈവൻ ഗ്ലൂക്കോസ് ഇൻഫ്ലമേഷൻ കൂട്ടും. അതൊരു ടോക്സിൻ ആകുമ്പോൾ നമ്മുടെ ഈ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെ പുറത്ത് കളയാൻ വേണ്ടിയിട്ട് എങ്ങനെയും പുറത്ത് കളയണം. ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ജോലിയാണ്. എക്സസ് ഗ്ലൂക്കോസ് വന്നാലും അതൊരു ടോക്സിനാണ്. അതുപോലെ ഈവൻ എക്സസ് ഫാറ്റ് വന്നാലും എല്ലാം ഇമ്മ്യൂൺ സിസ്റ്റത്തിനാണ് അതിൻ്റെ ഇമ്പാക്റ്റ് വരുന്നത്. അപ്പം പ്രഗ്നൻസിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റമോ ഹോർമോൺ സിസ്റ്റമോ തെറ്റിയാൽ നമുക്ക് ആദ്യം നമ്മുടെ ബോഡി സ്റ്റോപ്പ് ചെയ്യാൻ നോക്കുന്നത് ഫെർട്ടിലിറ്റിയാണ്. കാരണം ഒരു ഹെൽത്തി അല്ലാത്ത ഒരാൾക്ക് കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിനും അൺഹെൽത്തി ആയിട്ടും. ഇപ്പം നമുക്കറിയാമല്ലോ, ബേസിക് നമ്മളൊരു നമ്മളൊരു നെല്ല് വിതയ്ക്കാൻ എടുക്കുമ്പോൾ പോലും ആ നെല്ല് ഏറ്റവും ഹെൽത്തി നെല്ലായിരിക്കും ഉള്ള ചെടിയിൽ നിന്നായിരിക്കും ഏറ്റവും നല്ല ഇതായിരിക്കും എടുക്കുന്നത്. അപ്പം നമ്മളുടെ ഒരു നാച്ചുറൽ മെക്കാനിസമാണ് നമ്മൾ അൺഹെൽത്തി ആണോ അവർ റീപ്രൊഡ്യൂസ് ചെയ്യരുത്, അവർ പ്രത്യുൽപാദനം നടത്തരുത് എന്നുള്ളത് നേച്ചറിൻ്റെ ഒരു റൂളാണ്. പക്ഷെ നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ അസുഖം എന്താണ്, അവരുടെ പ്രത്യുൽപാദന ശേഷിയിൽ എന്തുകൊണ്ട് കുറവ് വന്നു അത് കറക്റ്റ് ചെയ്യാനല്ല നോക്കുന്നത്. അതിന് പകരം നമ്മൾ കുറേ മരുന്ന് ഇഞ്ചെക്റ്റ് ചെയ്ത് ഹോർമോൺസിൻ്റെ അളവ് കൂട്ടി അല്ലെങ്കിൽ കൂടുതൽ എഗ്ഗ് ഉണ്ടാക്കി അതിനെയൊക്കെ പിക്ക് ചെയ്ത് ലബോറട്ടറി വെച്ചിട്ട് ബീജസങ്കലനം നടത്തി അതിലും ബീജസങ്കലനം നടക്കുകയല്ലെങ്കിൽ അത് നമ്മൾ എഗ്ഗിനകത്തേക്ക് സ്പേമിനെ തന്നെ കയറ്റി വിട്ട് IVFും മിക്സിയും ഇങ്ങനത്തെ പ്രോഗ്രാംസിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതല്ല ചെയ്യേണ്ടത്. നമുക്ക് ശരിക്കും അവനൊരു ആരോഗ്യമുള്ളവർ മാത്രമേ പ്രത്യുൽപാദനം ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പം ആരോഗ്യത്തിൽ കുറവുണ്ടെങ്കിൽ അതാണ് കറക്റ്റ് ചെയ്യേണ്ടത്. അല്ലാതെ അതിനെ ഓവർകം ചെയ്ത് ആർട്ടിഫിഷ്യൽ മെത്തേഡ്സിൽ കൂടെ പോവുക അല്ല ചെയ്യേണ്ടത്. അപ്പം അതുകൊണ്ട് അപ്പം അടുത്ത ജനറേഷൻ വരുമ്പോഴേക്കും അവരുടെ വീണ്ടും ഹെൽത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കും. ഈ ആരോഗ്യമില്ലാത്തവർ പലതരം ട്രീറ്റ്മെൻറ്റിൽ കൂടെ വീണ്ടും കുഞ്ഞ് വരുമ്പോഴേക്കും അവർ അടുത്ത ജനറേഷൻ മോർ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോകും. ഈ ഡയബറ്റീസ് ആയിട്ട് ബന്ധപ്പെട്ട് ഈ വിഷൻ, ദാറ്റ് ഈസ് കണ്ണിൻ്റെ കാഴ്ച സംബന്ധമായിട്ടുള്ള പല കോംപ്ലിക്കേഷൻസും വരാറുണ്ടെന്ന് പറയാറുണ്ട്. അത് ഒഴിവാക്കാനായിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് ഡയബറ്റിക് പേഷ്യൻസിന് ചെയ്യാനായിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിനായിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് വല്ല മരുന്നുകളുടെ ഒരു വശമുണ്ടോ? ഇപ്പം ഡയബറ്റീസിൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോകുന്നത് അത് ഏകദേശം എല്ലാം ഡാമേജ്, അതായത് നമ്മളുടെ കണ്ണിൻ്റെ മാക്കുല എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്, റെറ്റിനയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിഷൻ വരുന്നത്. അങ്ങോട്ട് രക്തക്കുഴലുകൾ വളരാൻ തുടങ്ങും. അപ്പം നമ്മുടെ റെറ്റിനയ്ക്കകത്ത് രക്തക്കുഴലുകൾ വരാൻ പാടില്ല. രക്തക്കുഴലുകൾ അങ്ങോട്ട് വന്ന് അവിടെ ഒരുതരം
നീർക്കെട്ട് പോലെ വരും. അവർക്ക് രക്തം കിട്ടാത്തത് ന്യൂട്രിഷൻ കിട്ടാത്തതുകൊണ്ടാണ്. ഗ്ലൂക്കോസ് കൂടുതൽ വന്ന് ഇൻസുലിനും കൂടുതൽ വന്ന് ഈ രക്തക്കുഴലുകളെ ഡാമേജ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഓവർ ഗ്രോത്ത് വന്നിട്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അതിനാകെ പ്രതിവിധി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയബറ്റിസ് മാറ്റുക എന്നുള്ളതാണ്. ഡയബറ്റിസിന്റെ മരുന്നും ഗ്ലൂക്കോസും ഡയബറ്റിസിന് എടുക്കുന്ന മരുന്നുണ്ടാക്കുന്ന വീണ്ടും ഇൻസുലിൻ കൂട്ടുന്നതുമാണ് കണ്ണിനെ ഡാമേജ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പകരം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈപ്പ് 2 ഡയബറ്റിസിനാണല്ലോ ഈ റെറ്റിനോപ്പതി വരുന്നത് കൂടുതലും. ടൈപ്പ് 1 ഡയബറ്റിസിനേക്കാളും കൂടുതൽ അല്ലെങ്കിൽ ടൈപ്പ് 1 ഡയബറ്റിസിന്റെ കൂടെ ടൈപ്പ് 2 കൂടെ വന്നു കഴിയുമ്പോൾ അങ്ങനെയുള്ളവർക്കാണ് റെറ്റിനോപ്പതി വരുന്നത്. അതിന് കാരണം നമ്മളുടെ ഡയബറ്റിസ് കൺട്രോൾ അല്ലാത്തത് കൊണ്ടാണ്. നമുക്ക് ഡയബറ്റിസ് 100% നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്താൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അത് റിവേഴ്സ് ചെയ്യാനാണ് നോക്കേണ്ടത്. അതിന് പകരം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്ന് ലേസർ ചെയ്യും. ആകെ 2 ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആണ് മോഡേൺ മെഡിസിൻ കൊടുക്കുന്നത്. ഒന്ന് ലേസർ ചെയ്ത് നമ്മുടെ ഈ രക്തക്കുഴലുകൾ ഈ മാക്കുലയുടെ അങ്ങോട്ട് വളരുന്നതിന് ബ്ലോക്ക് ചെയ്യാനായിട്ട് ആ രക്തക്കുഴലുകളെ കരിച്ച് കളയാണ് നമ്മൾ ചെയ്യുന്നത്. ശരിക്കും ഈ ലേസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഉള്ളത് ഒരു ഇഞ്ചക്ഷൻ വെക്കുക എന്നുള്ളത്. അതൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. അതായത് രക്തക്കുഴലുകളുടെ വളർച്ച കുറയ്ക്കാനുള്ള ഒരു ശരിക്കും അതൊരു ഇമ്മ്യൂണോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് പോലെയാണ് വരുന്നത്. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രോത്ത് ഫാക്ടർ പോലെയുള്ളത് ഫാക്ടർ ഇൻഹിബിറ്ററാണ് ഈ ഇഞ്ചെക്ട് ചെയ്യുന്നത്. ഇത് ഇഞ്ചക്ഷൻ എടുക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മാസവും എടുത്തുകൊണ്ടിരിക്കണമെന്നാണ്. ഇറ്റ്സ് എ വെരി കോസ്റ്റ്ലി ഇഞ്ചക്ഷൻ. കറക്റ്റായിട്ടുള്ള സാധാരണ സ്റ്റീറോയിഡ് ഉണ്ട്. അപ്പം അതെടുക്കുമ്പോഴും നമുക്ക് വേറൊരു പ്രോബ്ലം. സാധാരണ സ്റ്റീറോയിഡ് എടുക്കുമ്പോൾ നമുക്ക് കണ്ണിന് ഇൻഫെക്ഷനൊക്കെ വരാനുള്ള പ്രശ്നങ്ങളുണ്ട്. അതുപോലെ ഈ സ്റ്റീറോയിഡ്സ് ഒക്കെ എടുക്കുമ്പം ഗ്ലോക്കോമ വരാനുള്ള ചാൻസ്, പിന്നെ കാറ്ററാക്ട് വരാനുള്ള ചാൻസ് ഒക്കെ കൂട്ടും. അല്ലെങ്കിൽ തന്നെ ഡയബറ്റിക് പേഷ്യൻസിന് കാറ്ററാക്റ്റും ഗ്ലോക്കോമയ്ക്കും എല്ലാം ഉള്ള ചാൻസ് കൂടുതലാണ്. സ്റ്റീറോയിഡ് എടുക്കുമ്പോൾ ആ പ്രോബ്ലം ഉണ്ട്. മറ്റതിനാണെങ്കിലും അതുപോലെ, ബിക്കോസ് ഇതൊന്നും മരുന്നെന്ന് പറഞ്ഞാൽ പോഷകമല്ലല്ലോ. മരുന്നെന്ന് പറയുന്ന സാധനങ്ങളെല്ലാം നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബ്ലോക്ക് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ബ്ലോക്കുകൾ ഉണ്ടാക്കാനാണ് നമ്മൾ അതിലൊക്കെ ശ്രമിക്കുന്നത്. അപ്പം അതൊക്കെ നമുക്ക് നെഗറ്റീവ് ഇഫക്റ്റും കൂടെ വരും. പിന്നെ കണ്ണിനകത്ത് ഇഞ്ചക്ഷനൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെതായ സൈഡ് ഇഫക്റ്റും വരും. അത് മാത്രമല്ല ഈ നമ്മൾ ഇപ്പോഴത്തെ ഈ മോഡേൺ ലേറ്റസ്റ്റ് ഇതിലൊക്കെ ആണെങ്കിൽ ഐ തിങ്ക് അറൗണ്ട് 20-25,000 റുപ്പീസ്. അത് 1-2 പേഷ്യൻസ് കരുതും അത് 1-2 എണ്ണം എടുത്താൽ 1-2 ജസ്റ്റ് എടുത്തു നോക്കാവുന്നേ ഉള്ളൂ. അതിൻ്റെ ഡോസ് പറയുന്നത് എവറി മന്ത് എടുത്തുകൊണ്ടിരിക്കുക. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. എന്നാലും ഇതെല്ലാം പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴും എല്ലാ മാസമൊക്കെ എടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പ്രോഗ്രഷനിൽ ഒരു കുറച്ച് കുറവ് വരാം. പക്ഷെ മരുന്നുകളില്ല, അത് നമ്മളുടെ ബോഡി അതിനപ്പുറത്തേക്ക് അതിൻ്റെ ആ ഒരു റെസിസ്റ്റൻസ് വരുമായിരുന്നു മരുന്നുകളുടെ. അപ്പോൾ 1-2 വർഷം എടുത്തു കഴിയുമ്പോഴേക്കും പിന്നെ അതിൻ്റെ ഇഫക്റ്റും കുറയും. പക്ഷെ 1 or 2 years അതെടുത്തുകൊണ്ട് നമ്മളുടെ കണ്ണിൻ്റെ കാഴ്ച പ്രിവെൻറ്റ് വേണം. ചിലപ്പോൾ ഇച്ചിരി ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് കിട്ടുന്നേ ഉള്ളൂ. അതിൽ എന്ത് എളുപ്പമുള്ള കാര്യം, നമ്മൾ ലൈഫ് സ്റ്റൈൽ ഫുഡിൽ കൺട്രോൾ ചെയ്താൽ മതി. ഈ ബേസിക്കലി ഈ ഡയബറ്റീസിൻ്റെ ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷൻസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ ഒത്തിരി സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നതും ഇതിലേക്ക് വരുന്നത്. ആക്ച്വലി ഡയബറ്റിസ് നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കണ്ണിനും റെറ്റിനോപ്പതിയൊക്കെ സ്റ്റാർട്ട് ചെയ്തൊക്കെ ഒരു പരിധി വരെ റിവേഴ്സ് ചെയ്യാൻ പറ്റും. പക്ഷെ വൺസ് കാഴ്ച പോയി കഴിഞ്ഞിട്ടല്ല. ഇപ്പം നേരത്തെ തന്നെ നമ്മളിപ്പോൾ അങ്ങനെയാണല്ലോ, ഡയബറ്റിക് പേഷ്യൻസ് വൺസ് ഇൻ എ ഇയർ റെറ്റിനോപ്പതി തുടങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ റെറ്റിനോപ്പതി തുടങ്ങിയിട്ടുണ്ടെന്ന് കാണുമ്പോൾ തന്നെ അവിടെ വരെ പോലും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അറ്റ്ലീസ്റ്റ് ഡയബറ്റീസ് റെറ്റിനോപ്പതി തുടങ്ങിയെന്ന് നമ്മളൊരു കാഴ്ച പോകുന്നതിന് മുമ്പ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഇതാ റെറ്റിനോപ്പതി തുടങ്ങി, അപ്പം തന്നെ എങ്കിലും തീരുമാനിക്കുക, ഞാൻ ഇനിയെങ്കിലും ഷുഗർ കൺട്രോൾ ചെയ്യും, ഞാൻ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുമെന്ന് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മതിയാവും. അതോടുകൂടി അതിൻ്റെ പ്രോഗ്രഷനെ നിന്നു. നമുക്ക് ഡയബറ്റീസ് റെറ്റിനോപ്പതി, നെഫ്രോപ്പതി എല്ലാം 100% പ്രിവെൻറ്റബിൾ ആണ്. ഈ സാധാരണ ഈ ഡയബറ്റീസിന്റെ ഒരു വശമാണ് ഈ വേദന. കൈക്കും കാലിനും മൊത്തത്തിൽ പെയിൻ്റെ ഒരു ഇഷ്യൂ വരാറുണ്ട്. അപ്പം അതിനായിട്ട് ഈ ഡയബറ്റീസ് ഉള്ളവർക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്യാനായിട്ടുണ്ടോ? ബിക്കോസ് പറയുന്നത് നോർമലി പെയിൻ കില്ലേഴ്സ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടാണ് പോവാറ്. പക്ഷെ അതുകൊണ്ട് അത് അങ്ങ് മാറുന്നില്ല. അത് ആ സമയത്ത് ഇടുമ്പോൾ കുറയും, പിന്നെയും വരും.
അങ്ങനെയുള്ള ഒരു സാഹചര്യമാണല്ലോ. ഈ ഡയബറ്റിസിൽ ഈ രക്തക്കുഴലുകൾക്ക് ഡാമേജ് വരും. അതാണ് ഡയബറ്റിസിന്റെ എല്ലാ കോംപ്ലിക്കേഷൻസിനും കാരണം. രക്തക്കുഴലുകൾക്ക് ഡാമേജ് വരുന്നതാണ്. അപ്പോൾ അത് മസിലിലേക്കുള്ളതും സ്കിന്നിലേക്കുള്ളതും നെർവ്സിൻ്റെയും എല്ലാം, നെർവ്സിന് കൊടുക്കുന്ന രക്തക്കുഴലുകളിലും ഒക്കെ ഡാമേജ് വരും. അപ്പോൾ ഈ നെർവ്സിന് ഡാമേജ് വരുന്നതുകൊണ്ടാണ് പലപ്പോഴും പെയിനുകൾ വരുന്നത്. പിന്നെ മസിലിന് വേദന ഉള്ള രക്തക്കുഴലുകൾക്ക് വരുമ്പോഴേക്കും അവർക്ക് മൊത്തത്തിൽ മസിലൊക്കെ വീക്കായി പോകും, വീഴാനുള്ള ചാൻസ് കൂടും. അപ്പം അതാണ് ബേസിക്കലി നമ്മളുടെ രക്തം ഓട്ടത്തിലെ തടസ്സങ്ങൾ വരും. ഈവൻ ഹാർട്ട് അറ്റാക്ക് വരുന്നത് രക്തക്കുഴലുകളിൽ ഡാമേജ് വന്ന് അതിനകത്ത് പ്ലാക്സും വരും. പിന്നെ ഡയബറ്റിക് പേഷ്യൻസിന് എപ്പോഴും ഈ കൊഴുപ്പ്, ബ്ലഡിലെ കൊഴുപ്പ്, ട്രൈഗ്ലിസറൈഡും കൊളസ്ട്രോളും ഒക്കെ കൂടുതലായിരിക്കും. അതിനും മരുന്ന് കഴിക്കുന്നവരായിരിക്കും. മരുന്ന് കഴിക്കുമ്പോൾ എന്താ, കൊളസ്ട്രോൾ കുറഞ്ഞിരിക്കും, എന്നാലും ട്രൈഗ്ലിസറൈഡ് കൂടി തന്നെ നിൽക്കും. ഇതെല്ലാം ഈ കൊഴുപ്പ് രക്തക്കുഴലുകളിൽ അടിഞ്ഞിട്ടാണ് ഹാർട്ട് അറ്റാക്ക് വരുന്നത്. ഈവൻ ഹാർട്ട് അറ്റാക്ക് അത് ബ്ലോക്ക് വന്നിട്ട് അപ്പം നോക്കുമ്പോഴാണ് നമ്മൾ TMT നോക്കുമ്പോഴും ആൻജിയോഗ്രാം നോക്കുമ്പോഴും ഒക്കെ വരുന്നത്. അപ്പം ഇതെല്ലാം ഒരേ മെക്കാനിസത്തിൽ കൂടെയാണ് വരുന്നത്. ഡയബറ്റീസ് നമ്മൾ ഷുഗറും കൺട്രോൾ ചെയ്ത്, ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത്, കാർബോഹൈഡ്രേറ്റ് കുറച്ച്, ബോഡിയുടെ ഫാറ്റും കുറച്ച് കഴിയുമ്പം ഇതെല്ലാം റിവേഴ്സ് ചെയ്യുന്നതേ ഉള്ളൂ. ബോഡി പെയിനും കാലിൽ മരവിപ്പൊക്കെ തുടങ്ങിയവരുടെ മരവിപ്പും പോകും. അതുപോലെ പുകച്ചിൽ, പലരും ഉണ്ട് പുകച്ചിൽ കാരണം ഉറങ്ങാൻ പറ്റാത്തവർ ഒക്കെ അതിനൊപ്പം തന്നെ മാറും എന്നുള്ളതാണ്. അപ്പം അതാണ് നമ്മൾ ഓർക്കേണ്ടത്. ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ ബോഡി ഹോളാണ് നമ്മൾ കറക്റ്റ് ചെയ്യുന്നത്. അപ്പം ഏതൊക്കെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉണ്ടെങ്കിലും അതിനെല്ലാം പാരലായിട്ട് തന്നെ ഇത് കിട്ടും. അതെ, ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഉള്ള ഒരാൾ നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുമ്പം ഡയബറ്റീസും കുറഞ്ഞു വരുന്നത്, ഷുഗർ കുറഞ്ഞു വരുന്നത് കാണാം, ഒപ്പം തന്നെ BP കുറഞ്ഞു വരുന്നതും കാണാം. ബ്ലഡ് നോക്കിക്കഴിഞ്ഞാൽ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും കുറഞ്ഞു വരുന്നതും കാണാം. എല്ലാ പാരാമീറ്റേഴ്സും ഒരേ പാരലായിട്ട് തന്നെ കറക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. പക്ഷെ മറ്റേതാണെങ്കിലോ, നമ്മൾ ഡയബറ്റീസ്, ഷുഗറിന് മരുന്ന് കഴിക്കണം, പ്രഷറിന് മരുന്ന് കഴിക്കണം, കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കണം, പിന്നെ ഹാർട്ട് അറ്റാക്ക് വരാനിരിക്കാൻ വേണ്ടിയിട്ട് ബ്ലഡ് തിന്നേഴ്സ് കഴിക്കണം. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മളങ്ങ് കൂടി പോകും. ഈ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് ഉള്ള പലർക്കും ഡയബറ്റീസ് ഉണ്ടെന്നും ഡയബറ്റീസ് ഉള്ളവർക്ക് കുറേ പേർക്ക് ഈ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് ഉണ്ടെന്നും ഒക്കെ കേട്ടിട്ടുണ്ട്. ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അല്ലെങ്കിൽ ഈ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഈ ഡയബറ്റീസ് ഉള്ള ആൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്ന് പറയുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. അതിലെന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ നെർവ് സെല്ലിനെ കവർ ചെയ്തുകൊണ്ട് അതിന് കുറച്ച് പ്രൊട്ടക്റ്റീവ് സെൽസ് ഉണ്ട്, അതിന് ഷ്വാൻ സെൽസ് എന്നൊക്കെ പറയും. അപ്പം ആ സെല്ലിന് ആ സെല്ലുകൾ അങ്ങ് നശിക്കുകയാണ്. അപ്പം അവരാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നെർവ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ സെല്ലാണ് ശരിക്കും പറഞ്ഞാൽ നെർവ്സിനെ കവർ ചെയ്ത് ഇങ്ങനെ ഇരിക്കും. ഈ അതിന്റെ മുകളിൽ കൂടെയാണ് നമ്മൾ ഈ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുന്നത്. കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നെർവ്സിൻ്റെയൊക്കെ മെസ്സേജ് പാസഞ്ചേഴ്സ് ഒക്കെ ആയിട്ടുണ്ടല്ലോ, അത് സോഡിയം പൊട്ടാസ്യം അയോൺസിൻ്റെ ഒരു പ്ലേ ആണ് വരുന്നത്. അപ്പോൾ ഇത് വരുമ്പോൾ ഈ സെൽസ് നശിഞ്ഞു പോയി കഴിയുമ്പോൾ, അതായത് ഈ പ്രൊട്ടക്റ്റീവ് കവറിങ് പോയി കഴിയുമ്പോൾ, നമ്മുടെ ബേസിക്കലി നമ്മളുടെ ഈ ഇലക്ട്രിസിറ്റി വയറിനകത്ത് ഇൻസുലേഷൻ ഉണ്ടല്ലോ, അത് പോകുന്നത് പോലെയാണ്. അപ്പം ഈ ഇൻസുലേഷൻ അങ്ങ് പോകുന്നതോടുകൂടി നമ്മളിപ്പോൾ കാലിലോ ആണ് വരുന്നതെങ്കിൽ കാലിന് തളർച്ചയായിരിക്കും വരുന്നത്, കൈക്ക് വന്നാൽ കൈക്ക് തളർച്ചയായിരിക്കും. ഇത് തന്നെ ബ്രെയിനുള്ളിലെ സെൽസിനാണ് വരുമ്പോൾ മാനസിക രോഗം പോലെ ആയിരിക്കാം വരുന്നത്. അപ്പം അങ്ങനെ പല രീതിയിൽ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് ഒരു ഓട്ടോ ഇമ്മ്യൂൺ രോഗമാണ്. അപ്പോൾ ഈ ഓട്ടോ ഇമ്മ്യൂൺ രോഗമാണ്, ഡയബറ്റീസ് ഇല്ലാത്ത ഒരു പേഷ്യൻ്റാണ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് കണ്ടു കഴിയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന സ്റ്റീറോയിഡ് പോലെയുള്ള മരുന്നായിരിക്കും. സ്റ്റീറോയിഡ് കഴിച്ചു തുടങ്ങുമ്പോൾ ഡയബറ്റീസ് വരും. ഇതല്ല, ഡയബറ്റീസേ ഉണ്ടായിരുന്നുള്ളൂ, കുറച്ച് നാൾ കുറേ കാലം ഡയബറ്റീസിന് മരുന്നൊക്കെ എടുത്തു കഴിയുമ്പം അങ്ങനെയുള്ളവർക്ക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഏത് വേണേലും വരാം. അതിലൊരെണ്ണമാണ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്. മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് മരുന്നെടുക്കുമ്പോൾ വീണ്ടും സ്റ്റീറോയിഡ് എടുക്കണം. വേറൊന്നുമില്ല. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിനൊക്കെ ഇമ്മ്യൂണോ സപ്രസൻസ് മാത്രമേ ഉള്ളൂ, ഒരു രീതിയിലല്ലെങ്കിൽ ഇല്ല. അല്ലെ ഒരു ടോട്ടൽ ഒരു സപ്രഷൻ കിട്ടുന്നതാണ് നമ്മൾ ഈ കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് വരുമ്പോഴേക്കും ഷുഗർ കൂടാൻ തുടങ്ങും. പിന്നെ ഇവർക്ക് വരാൻ കാരണം എന്താണ്? ഓൾറെഡി ഡയബറ്റിക് ഉള്ള പേഷ്യൻസിന് ഏത് രോഗവും വരാൻ ചാൻസ് കൂടുതലാണ്. കാരണം ടോക്സിൻ ഇല്ലേ, ഈ ഗ്ലൂക്കോസ് അവിടെ ഒരു ടോക്സിനായിട്ട് നിൽക്കുക,
പിന്നെ നമ്മൾ ഈ കഴിക്കുന്ന മരുന്നുകളെല്ലാം ടോക്സിനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ബോഡിയെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മരുന്നും ടോക്സിനാണ്. അപ്പം അതും കൂടെ വരുമ്പോഴേക്കും അവരുടെ ആ ഒരു കുറേ ദിവസങ്ങൾ ഇങ്ങനെ ഗ്ലൂക്കോസും ഷുഗറും കൂടുതലാണ്, അതിൻ്റെ കൂടെ കുറേ മരുന്നും എല്ലാം ഉണ്ട്. ഇതിനെല്ലാം കൂടെ വരുമ്പോൾ അവർ കൺഫ്യൂസ്ഡ് ആവുകയാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ സെൽസ് കൺഫ്യൂസ്ഡ് ആകുമ്പോഴാണ് നമ്മളുടെ ഈ നമ്മളുടെ സെല്ലിലെ തന്നെ, അതായത് നെർവ്സിനെ കവർ ചെയ്യുന്ന ഈ ഇൻസുലേഷനെ പോയി അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഡയബറ്റിക് പേഷ്യൻസിന് ജോയിൻ്റ് ആർത്രൈറ്റിസ് വരാൻ ചാൻസ് കൂടുതലാണ്. കാരണം ഈ ജോയിൻറ്റിന് അവർ കൺഫ്യൂസ്ഡ് ആകും. ഈ ഇമ്മ്യൂൺ സിസ്റ്റം സെൽസ് കൺഫ്യൂസ്ഡ് ആയി ജോയിൻറ്റിനെ അറ്റാക്ക് ചെയ്യും, നെർവ്സിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ അത് വരും. അങ്ങനെ ഒരു പ്രോസസ്സായിട്ട് അങ്ങനെയാണ് ഒന്നിന്ന് ഓരോരോ അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഈ ഡയബറ്റിസ് കാരണം വയറിൻ്റെ അസുഖങ്ങൾ ഡെവലപ്പ് ചെയ്യും എന്ന് പറയാറുണ്ട്. അപ്പം പലപ്പോഴും ഈ വയറസുഖത്തിൻ്റെ ഒരു കാരണം ഡയബറ്റീസ് ആണ്, പക്ഷെ അത് അങ്ങനെ അത് ശ്രദ്ധിക്കാതെ പോകാറുണ്ട് എന്നും പറയാറുണ്ട്. എന്താണ് ശരിക്കും ഇതിൻ്റെ സിറ്റുവേഷൻ? ഡയബറ്റിസ് വരുമ്പം വെറുതെ ആരും മരുന്ന് കഴിക്കാതിരിക്കുന്നവർ വളരെ ചുരുക്കമായിരിക്കും. മരുന്നും കഴിച്ച് ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നവർ പിന്നെ അതിൽ നിന്ന് മാറുമല്ലോ. ചിലർ ഇഗ്നോർ ചെയ്ത് മരുന്നും കഴിക്കില്ല, ഫുഡും ഒക്കെ ആവശ്യം പോലെ കഴിച്ച് നടക്കും. അല്ലെങ്കിൽ മരുന്നും എടുക്കും, ഒരു സൈഡിൽ കൂടെ മരുന്നും എടുക്കും, ഒരു സൈഡിൽ കൂടെ ഫുഡ് കൺട്രോളും ഇല്ലാതെ ഇഷ്ടം പോലെ കഴിക്കുകയും ചെയ്യും. ഈ രണ്ട് കൂട്ടർക്കും ഡയബറ്റിക് കൺട്രോൾ ഉണ്ടാവില്ല. അപ്പം എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ ഫുഡ് തന്നെ ഒരു ടോക്സിനായിട്ട് വർക്ക് ചെയ്യും. പലപ്പോഴും നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണത്തിൽ തന്നെ, ഭക്ഷണത്തിലെ ഈ കളറ്, പ്രിസർവേറ്റീവ്സ് ഇതെല്ലാം നമ്മളുടെ ബോഡിയെ ഡാമേജ് ചെയ്യുന്നതാണ്. അപ്പം ഡയബറ്റിക് പേഷ്യൻസ് ജനറലി അവർ മിക്കവാറും ഒരു അൺഹെൽത്തി ലൈഫ് സ്റ്റൈല് ഒരു സ്റ്റൈലുള്ളവരായിരിക്കും. എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്നില്ല, കുറേയൊക്കെ ജനറ്റിക് ആയിരിക്കും. വളരെ സ്ട്രിക്റ്റായിട്ട് നോക്കുന്നവരും ഡയബറ്റിക് ഉണ്ടാകാറുണ്ട്. അത് നമുക്ക് ജനറ്റിക്കലി കിട്ടിയിരിക്കുന്നത്. അപ്പം അവരാ നോക്കുന്ന ജീവിതശൈലി ക്രമീകരണം അവർക്കത് മനസ്സിലായിട്ടില്ല, ഇതെങ്ങനെയാണ് കൃത്യമായിട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. അതപ്പോൾ അവരുടെ ബോഡിയൊക്കെ സ്റ്റഡി ചെയ്താലേ പറ്റുള്ളൂ. ലൈഫ് സ്റ്റൈൽ എല്ലാം ജീവിതശൈലിയൊക്കെ കറക്റ്റായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നവർക്കും ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് വേറൊരു ഗ്രൂപ്പാണ്. അത് ജനറ്റിക്കലി പ്രഡിസ്പോസ്ഡ് ആയിട്ടുള്ളവരാണ്. പക്ഷെ അവരെയും നമുക്ക് കറക്റ്റായിട്ട് അവരൊരു ക്ലിനിക്കൽ മോണിറ്ററിങ്ങോടെയൊക്കെ ചെയ്താൽ അതും കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് ഡയബറ്റിക്സ് പേഷ്യൻറ്റിന് ഈ ഫുഡിൻ്റെ അവരുടെ കൺട്രോൾ ഇല്ലാതെ വരുന്നത്, അഡീഷണൽ വരുന്നത് നമ്മൾ ഈ കഴിക്കുന്ന മരുന്നുകളാണ്. ഈ മരുന്നിൻ വയറിനകത്തേക്കാണല്ലോ ഈ 3 നേരം നമ്മൾ മരുന്ന് കഴിക്കുന്നുണ്ടാവുമല്ലോ, അതും അതിലേക്കാണ് വരുന്നത്. അപ്പം ആ മരുന്നുകൾ ഉണ്ടാക്കുന്ന നമ്മളുടെ ഇൻറ്റസ്റ്റൈൻ, അതായത് നമ്മൾ എൻഡറിക് നെർവ് സിസ്റ്റം എന്ന് പറയും. ശരിക്കും നമ്മുടെ ഇൻറ്റസ്റ്റൈനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു നെർവസ് സിസ്റ്റം തന്നെയുണ്ട്. അപ്പോൾ ഈ നെർവസ് സിസ്റ്റത്തിന് ഉള്ള സെല്ലുകൾക്ക് ഡാമേജ് വരുന്നത് കൊണ്ട് നെർവ് സിസ്റ്റത്തിലും അവിടെ നെർവ്സ് തന്നെയാണ്, മറ്റുള്ള സ്ഥലത്തെ ഉള്ളതുപോലെയുള്ള നെർവ്സാണ് വരുന്നത്. ആ നെർവ്സിന് വരുന്ന ഡാമേജും കൂടെയാണ് ഈ പലപ്പോഴും ഗ്യാസ് കെട്ടുക, അതുപോലെ കോൺസ്റ്റിപ്പേഷൻ, ഇതൊക്കെ ആ നമ്മളുടെ മറ്റ് കാലയിലെ നെർവ്സിന് വരുമ്പം സെൻസേഷൻ കുറയുന്നത് പോലെ ഈ ഇൻറ്റസ്റ്റൈനിൻ്റെ നെർവ് സിസ്റ്റത്തിന് വരുന്ന ഡാമേജ് കൊണ്ട് ഗ്യാസ് വരിക, കോൺസ്റ്റിപ്പേഷൻ വരിക, ഇതൊക്കെ ചെയ്യും. പിന്നെ അതുപോലെ ഡയബറ്റിക് പേഷ്യൻസിന് കോളൻ ക്യാൻസർ വരാനുള്ള ചാൻസും കൂടുതലാണ്. അതിൽ ഒരു ഫാക്ടർ നമ്മൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഈ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ മരുന്നുണ്ടാക്കുന്ന ആ ടോക്സിക് ഇഫക്റ്റും അതിനൊപ്പം ഈ നമ്മൾ ഇൻസുലിൻ കൂടുമ്പം ഈ ഇൻസുലിൻ കൂട്ടിയ BP വരുമെന്ന് പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ഇൻസുലിൻ കൂടുമ്പം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിലെ സെൽസിൻ്റെ, ന്യൂട്രോഫിൽസ് എന്നൊക്കെ പറയും, അതിൻ്റെ ഫാഗോസ്, അതാണ് നമ്മളുടെ എന്തെങ്കിലും ക്യാൻസർ സെല്ലൊക്കെ ഒരെണ്ണം ഉണ്ടായാൽ അതിനെ നശിപ്പിക്കണമെന്നുള്ളതാണ് നമ്മുടെ ബോഡി തന്നെ, നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ നശിപ്പിക്കും. പക്ഷേ ഇൻസുലിൻ്റെ അളവ് കൂടുമ്പം ഈ ഫാഗോസൈറ്റോസിസ് നിന്ന് പോകും. അപ്പോൾ ആ ഫാഗോസൈറ്റോസിന് പ്രോപ്പർ അല്ലാതാവും. അതുകൊണ്ട് തന്നെ ഡയബറ്റിക് പേഷ്യൻസിന് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് ഇൻറ്റസ്റ്റൈനൽ ക്യാൻസർ, അതുപോലെ ഏത് ക്യാൻസർ വേണേലും അവർക്ക് വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അടുത്തൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു 30 ഇയേഴ്സിൽ പ്രമേഹം പിടിപെട്ടു, അറിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പം C പെപ്റ്റൈഡ് 0.05 ആണ്. ഇൻസുലിൻ കുത്തിവെക്കുന്നുണ്ട്.
അപ്പം ഇത് നിർത്താനായിട്ട് പോസിബിൾ ആണോ ഇല്ലേ എന്നതാണ് ചോദ്യം. സി പെപ്റ്റൈഡ് 0.05 ഉള്ളെങ്കിൽ അത് വളരെ ലോ ആണ്. അപ്പം അത് നമ്മൾ ഇൻസുലിനൊക്കെ നമ്മളിത് ബാക്കി കുറച്ചും കൂടെ പ്രൈമറിലി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻസുലിൻ ലെവൽ തീരെ ലോ ആയിട്ട് 0.5 ഒക്കെ ആണെങ്കിൽ നമുക്ക് 0.5 0.4 ഒക്കെ ഉള്ളവർ ഇൻസുലിനൊക്കെ നിർത്തി നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റാറുണ്ട്. പ്രത്യേകിച്ച് അവർ ഓവർ വെയിറ്റ് ആണോ എന്നുള്ളതും കൂടെ ഉള്ളതനുസരിച്ചാണ്. തീരെ തിന്നായിട്ടുള്ളവരും തീരെ 0.05 എത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പാൻക്രിയാസ് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല എന്നിരിക്കും. പക്ഷേ 0.5 0.4 ഉള്ളവർ പല പേഷ്യൻസും നമുക്ക് തിരിച്ചു കൊണ്ടുവരാനും പറ്റാറുള്ളതാണ്. അപ്പോൾ അത് കുറച്ച് പിന്നെ ഉള്ളത് ഈ സി പെപ്റ്റൈഡ് കുറഞ്ഞു പോകാനുള്ള വേറൊരു കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ഇൻസുലിൻ കണ്ടിന്യൂസ്ലി ആവശ്യത്തിന് എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ അവരുടെ ഇൻസുലിൻ ഫങ്ഷൻ ഉണ്ടാവും, പക്ഷേ ഇത് സപ്രസ് ചെയ്തു പോകും. അതുകൊണ്ടും വരാം. അപ്പോൾ അതൊക്കെ നമ്മൾ ഇൻസുലിൻ സ്റ്റോപ്പ് ചെയ്ത് മോണിറ്റർ ചെയ്തുകൊണ്ട് ലോ കാർബ് ഡയറ്റ് എടുത്ത് മോണിറ്റർ ചെയ്താൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ, പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ളത്. ഈ ഡയബറ്റീസ് കാരണം വരുന്ന എല്ലാവർക്കും കൂടുതൽ പേടി ഉള്ള ഒരു കാര്യമാണ് ഈ കിഡ്നിയുടെ ആരോഗ്യത്തെ പറ്റി. അപ്പം അതേസമയം കിഡ്നിയുടെ ഫങ്ഷൻ കുറച്ച് കുറയുന്നു എന്ന് മിക്കവാറും ഏത് ടെസ്റ്റിലാണെങ്കിലും ഡയബറ്റീസുകാർക്ക് അങ്ങനെയാണ് കാണുക. അപ്പോൾ ആ സാഹചര്യത്തിൽ ശരിക്കും ഈ പലപ്പോഴും ഈ കിഡ്നിയുടെ ഹെൽത്ത് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് എങ്ങനെയാണ് സാധ്യമാവുക? ഡയബറ്റിക് പേഷ്യൻസ് ഡെഫിനറ്റ്ലി റീനൽ ഫെയിലിയറിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് നമ്മൾ റീനൽ ഫെയിലിയർ വരാൻ പോസിബിലിറ്റി ഉണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ നമ്മൾ നേരത്തെ ഉള്ള സിംറ്റംസ് കാണിക്കുന്ന ഒന്ന് മൂത്രത്തിൽ ആൽബുമിൻ പോവുക, അതായത് യൂറിൻ ഒഴിക്കുമ്പോൾ യൂറിൻ പാസ് ചെയ്യുമ്പോൾ പതയുന്ന പോലെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് അത് കിഡ്നി ഫെയിലിയറിലേക്ക് പോകുന്നുണ്ടെന്നുള്ളതാണ്. രണ്ട്, നമ്മൾ റീനൽ ഫങ്ഷൻ ടെസ്റ്റ് നോക്കുക. അപ്പോൾ റീനൽ ഫങ്ഷൻ ടെസ്റ്റ് നോക്കുമ്പം അതിൽ നമ്മൾ ക്രിയാറ്റിനൊക്കെ നോക്കിയാൽ മാത്രം പോരാ, അതിന് GFR നോക്കണം. ക്രിയാറ്റിൻ്റെ നോർമൽ ലെവൽ മിക്കവാറും 0.7 to 1.2 എന്നൊക്കെ ആയിരിക്കും ഇട്ടിരിക്കുന്നത്. അപ്പോൾ 0.8 0.9 വന്നപ്പോൾ തന്നെ അവിടെ റീനൽ ഫെയിലിയർ കിഡ്നിക്ക് ഡാമേജ് തുടങ്ങി, പക്ഷെ മേജർ ആയിട്ടില്ല. അതായത് ലെവൽ 1 ലെവൽ 2 1.2 1.3 എന്നൊക്കെ വരുമ്പോഴേക്കും ഒരു ഗ്രേഡ് 2 റീനൽ ഫെയിലിയറിലേക്ക് വന്നു. മിക്കവാറും GFR ഒക്കെ ഒരു 90ക്ക് താഴെ, മിക്കവാറും 60ക്ക് താഴെ എത്തിയിട്ടുണ്ടാവും. പക്ഷെ അപ്പോൾ പോലും അതിന് ട്രീറ്റ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് ഡോക്ടർമാർ സാധാരണ അത് പറയില്ല. കാരണം ഡയബറ്റീസ് മാറ്റുക എന്നുള്ളത് മാത്രമാണ്, അത് പ്രോഗ്രസ് ചെയ്യാതിരിക്കണമെന്നുണ്ടെങ്കിൽ അത് രോഗി തീരുമാനിച്ചാലേ പറ്റുള്ളൂ ജീവിത സ്റ്റൈൽ കറക്റ്റ് ചെയ്യാൻ. അത് ഡോക്ടർമാർക്ക് വിചാരിച്ചാൽ ആൾ തന്നെ തരാൻ പറ്റുന്നത് നമുക്ക് മരുന്നേ ഉള്ളൂ. മരുന്നിൻ്റെ സൈഡ് ഇഫക്റ്റ് കൊണ്ട് തന്നെ റീനൽ ഫങ്ഷൻ കിഡ്നിക്ക് ഡാമേജ് വരും. അപ്പം അതുകൊണ്ടാണ് പലപ്പോഴും വെറുതെ ടെൻഷൻ അടിപ്പിക്കണ്ടെന്ന് കരുതി പലപ്പോഴും ഡോക്ടേഴ്സ് പറയുന്നത് മിക്കവാറും തീരെ റീനൽ ഫങ്ഷൻ കുറഞ്ഞ് ഒരു ക്രിയാറ്റിൻ 2 3 4 ഒക്കെ എത്തിക്കഴിയുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത്. അപ്പോൾ പോലും കിഡ്നി ഫെയിലിയർ ചെയ്തതിൻ്റെ സിംറ്റംസ് ഒന്നും നമുക്ക് ബുദ്ധിമുട്ടൊന്നും വരികയില്ല. യൂഷ്വലി കിഡ്നി ഫെയിൽ ചെയ്ത് നമ്മളൊരു സിംറ്റം നിലയിലേക്ക് കാലിൽ നീരും ഛർദിലോ ഒക്കെ പോലെ വരണമെങ്കിൽ ക്രിയാറ്റിനൊക്കെ 5 6 7 ഒക്കെ എത്തിയിട്ടായിരിക്കും. അപ്പോൾ അവർക്ക് കിഡ്നിക്ക് മാത്രം ആവില്ല, ഹാർട്ടിനും പ്രോബ്ലം ഉണ്ടാവും. അപ്പം പലപ്പോഴും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പല പേഷ്യൻസ് നമ്മൾ കാണാറുണ്ട്, കിഡ്നിക്ക് ഓൾറെഡി പ്രോബ്ലം ഉണ്ടാവും. ചിലപ്പം ക്രിയാറ്റിൻ 1.2 1.8 2 3 ഒക്കെ ആയിരിക്കും. ആ സമയം നെഞ്ചുവേദനയാണെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോവും. അന്നേരം കാർഡിയോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ആൻജിയോഗ്രാം ചെയ്യുക, സ്റ്റെൻറ്റ് ഇടുക, ബൈപ്പാസ് ചെയ്യുക എന്നൊക്കെയാണ്. അപ്പം അവർ ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഒരു 2 നിന്ന് ക്രിയാറ്റിൻ ആണെങ്കിൽ അത് 4ലേക്ക് 5ലേക്ക് പോയെന്നിരിക്കും. നെക്സ്റ്റ് പിന്നെ ഡയാലിസിസ് ചെയ്ത്, ഇപ്പം ഞാൻ പലപ്പോഴും പേഷ്യൻസിനെ കാണാറുണ്ട് ഇങ്ങനെ ആൻജിയോഗ്രാം ചെയ്തല്ലേ അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് കഴിയുമ്പോഴേക്കും റീനൽ ഫെയിലിയറിലേക്ക് പോകുന്നത്. അപ്പം അതും നമ്മൾ ഒഴിവാക്കണം. കാരണം ഡയബറ്റീസിൻ്റെ ഒരു ഡയബറ്റീസ് കൊണ്ടും വന്നിരിക്കുന്ന ഹാർട്ട് അറ്റാക്കിന് അന്നേരത്തെ നമ്മളൊരു മാനേജ്മെൻ്റ് അല്ലാതെ ഒരു ആൻജിയോഗ്രാമോ ആൻജിയോപ്ലാസ്റ്റിയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അത് നമ്മൾ ജീവിതശൈലി കറക്റ്റ് ചെയ്ത് അപ്പോഴത്തെ സിറ്റുവേഷൻ നമ്മൾ മാനേജ് ചെയ്യാനായിട്ട് അപ്പോഴത്തെ പ്രഷറും നമ്മളൊരു ICUലൊക്കെ കിടന്ന് അതൊക്കെ ചെയ്യാം.
മോണിറ്ററിങ് ചെയ്യണം. പേഷ്യൻ്റ് സ്റ്റേബിൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്താൽ ആ ഹാർട്ടിൻ്റെയൊക്കെ ആണെങ്കിൽ ഇപ്പം നാച്ചുറൽ ബൈപ്പാസ് ഉണ്ടാവും. നമ്മളിപ്പം ബൈപ്പാസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, കാലേന്ന് രക്തക്കുഴൽ എടുത്തു വെച്ച് നമ്മൾ അയോട്ടയായിട്ട് കണക്ട് ചെയ്ത് ബ്ലോക്കിന് അപ്പുറത്തേക്ക് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പകരം നമുക്ക് നാച്ചുറലായിട്ട് നമ്മളുടെ ബോഡി തന്നെ നമ്മൾ കറക്റ്റ് ന്യൂട്രീഷൻ കൊടുത്ത് കറക്റ്റ് എക്സസൈസ് ചെയ്ത് നമ്മളുടെ ഡയബറ്റീസ് കൺട്രോൾ ചെയ്ത് പ്രഷറും കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ടിന് നാച്ചുറൽ ബൈപ്പാസ് ഉണ്ടായിക്കോളും. അതാണ് അവിടെ ചെയ്യേണ്ടത്. അതിന് പകരം നമ്മൾ നെഞ്ചുവേദനയ്ക്ക് വേണ്ടി അല്ലെ ഹാർട്ട് അറ്റാക്ക് ആണോ, എത്ര ബ്ലോക്ക് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഒരു ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ റീനൽ ഫെയിലിയർ പോയിരിക്കും. കിഡ്നിയുടേത് തിരിച്ചു കൊണ്ടുവരാനാണ് മോർ ഹാർഡുള്ളത്. നമ്മൾ പലപ്പോഴും ഹാർട്ട് പേഷ്യൻസിൻ്റെ ഈവൻ പമ്പിങ് ഒക്കെ കുറച്ച് കുറഞ്ഞ ഹാർട്ട് പേഷ്യൻസിൻ്റെ പോലും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ എളുപ്പമാണ്. പമ്പിങ് ഇപ്പം നമ്മൾ കാണാറുണ്ട് 30, 25 ഒക്കെ ഉള്ളവർ 35, 40ലേക്ക് കൂട്ടി 50 അത്രയും കംപ്ലീറ്റ് പമ്പിങ് കറക്റ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. പക്ഷെ കിഡ്നി ഫെയിലിയറും പറ്റും നേരത്തെ ആണെങ്കിൽ. അതായത് ഒരു GFR ഒരു 50ക്ക് മുകളിൽ 60ക്ക് മുകളിലോ ഈവൻ 30ക്ക് മുകളിലുള്ളവരെ നമുക്ക് 60ക്ക് മുകളിലേക്ക് കൊണ്ടുവരാം. പക്ഷെ ബിലോ 15 അബോവ് 30ലേക്ക് കൊണ്ടുവരാൻ വെരി ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അതാണ് നമ്മൾ ഓർക്കേണ്ടത്. നമ്മൾ എന്ത് ഡയബറ്റിക് പേഷ്യൻസ് ഷുഗർ മാത്രമല്ല നോക്കിക്കൊണ്ടിരിക്കേണ്ടത്. ഷുഗർ മാത്രം നോക്കി അവർ ഇരുന്നിട്ട് കാര്യമില്ല. അവരെല്ലാ മാസവും HbA1c നോക്കുക, റീനൽ ഫങ്ഷൻ നോക്കുക. ഈവൻ പല പേഷ്യൻസും കാണാറുണ്ട് യൂറിക് ആസിഡിന് വേണ്ടി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഗൗട്ടൊന്നും വന്നിട്ടില്ല, അല്ലാതെ ഗൗട്ടി ആർത്രൈറ്റിസ് ഒന്നും വന്നിട്ടില്ല. ആക്ച്വലി ഗൗട്ടി ഉള്ളവർക്കാണ് യൂറിക് ആസിഡിന് വേണ്ടിയിട്ട് ഈ ഫ്ലവോക്സേറ്റ് ഒക്കെ കഴിക്കേണ്ടത്. പക്ഷെ നമ്മളുടെ ഈ ഇവിടെ നമ്മൾ പലപ്പോഴും കാണുന്നത് ജസ്റ്റ് യൂറിക് ആസിഡ് കൂടുതലാണെന്നും പറഞ്ഞുകൊണ്ട് അതിന് യൂറിക് ആസിഡ് കുറയ്ക്കാനുള്ള മരുന്ന് കഴിക്കുന്നു. അതും ശരിക്കും യൂറിക് ആസിഡ് കൂടുന്ന കിഡ്നിയുടെ ഡാമേജിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ അപ്പോഴും നമ്മൾ കിഡ്നിക്കാണ് പ്രോബ്ലം എന്ന് മനസ്സിലാക്കി ഡയബറ്റീസ് പേഷ്യൻറ്റും യൂറിക് ആസിഡ് കൂടുതലുള്ളവർ യൂറിക് ആസിഡ് കുറയ്ക്കാൻ മരുന്ന് കഴിക്കാതെ, ഈവൻ പല സ്റ്റഡീസും കാണിക്കുന്ന യൂറിക് ആസിഡ് കുറയ്ക്കാൻ മരുന്ന് കഴിക്കുന്നവർക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണെന്നാണ്. അപ്പോൾ അതും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. അത് ശരിക്കും നമ്മളൊന്ന് ഫുഡ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂറിക് ആസിഡും കറക്റ്റായിട്ട് വരുന്നതാണ്. അപ്പം പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു കാര്യം ഓർക്കണം, കിഡ്നിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മരുന്ന് കഴിച്ച് കിഡ്നിയെ പ്രൊട്ടക്റ്റ് ചെയ്യാം. ഡയബറ്റീസ് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിഡ്നിക്ക് ഡാമേജ് വരുന്നത് മാറ്റാനൊന്നും പ്രതീക്ഷിക്കേണ്ട. ടൂ മച്ച് ഓഫ് മരുന്ന് തന്നെ നമുക്ക് കിഡ്നി ഡാമേജ് ഉണ്ടാക്കും. ഈ ഡയബറ്റീസിന്റെ ട്രീറ്റ്മെന്റിന്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ ഈ ക്ലിനിക്കലി സപ്പോർട്ട് ചെയ്ത് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് ചെയ്യാം എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ്? ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാൾക്ക് തുടക്കത്തിൽ ഡയബറ്റീസിൻ്റെ തുടക്കം മാത്രമേ ഉള്ളൂ. അവനവന് തന്നെ ഇപ്പോൾ ഒരു HbA1c 6 എന്ന് കണ്ടു, സെൽഫായിട്ട് വെയിറ്റൊക്കെ നോക്കി കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ 2ഉം 3ഉം മരുന്നുകളും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ഓൾറെഡി ഇൻസുലിനാണ്, അല്ലെങ്കിൽ ഡയബറ്റീസിൻ്റെ കൂടെ പ്രഷറും ഉണ്ട്, കൊളസ്ട്രോളും ഉണ്ട്, ഓൾറെഡി ഒരു ഹാർട്ട് അറ്റാക്കിന് വന്നു, അല്ലെങ്കിൽ പോയി നോക്കി ഇപ്പം ആൻജിയോഗ്രാം ചെയ്യാൻ പറഞ്ഞു, ഈ നിലയിലൊക്കെ ഉള്ളവർ ഒരു ക്ലിനിക്കൽ സപ്പോർട്ടും കൂടി ഇല്ലാതെ അവരെ കൊണ്ട് തന്നെ നോക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവർ ഓൾറെഡി ഒരു ഡേഞ്ചറസ് നിലയിലേക്ക് എത്തി. സെൽഫൊക്കെ നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പറ്റാതെ വരും. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സാധാരണ കഴിക്കുന്ന ഭക്ഷണം വെച്ചുകൊണ്ട് നമ്മൾ മാനേജ് ചെയ്യുമ്പോൾ എന്താണെന്ന് പിടികിട്ടുകയില്ല. നമുക്ക് ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ന്യൂട്രിയൻസ് എല്ലാം നമ്മുടെ വേണ്ട ന്യൂട്രിയൻസിനെ കുറിച്ചൊക്കെ നമുക്കിപ്പം വളരെ ക്ലിയർ ധാരണയുണ്ട്. അതെല്ലാം കിട്ടുന്ന ഒരു ഡയറ്റ് വേണം നമ്മളൊരു ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ അതാണ് ആക്കിയെടുക്കാൻ നോക്കുന്നത്. വേണ്ട ന്യൂട്രിയൻ്റ് എല്ലാം കറക്റ്റ് അളവിലും, അതേ സമയത്ത് കാർബോഹൈഡ്രേറ്റ് അധികം വരാൻ പാടില്ല, അതുപോലെ ഫാറ്റ് അധികം വരാൻ പാടില്ല. അത് ഈ ന്യൂട്രിയൻ്റ് എല്ലാം ഉണ്ടാകണം. അപ്പം നമുക്ക് ഈ ഓവർ വെയ്റ്റും കൂടെ ഉള്ളവരായിരിക്കും മിക്കവാറും പേര്. അപ്പം ഈ ഇതിൽ വരുമ്പോൾ നമ്മൾ കറക്റ്റ് ന്യൂട്രിഷൻ അതേ സമയത്ത് ലോ കാലറിയിൽ കൊടുക്കാൻ നോക്കും. അതായത് അറൗണ്ട് ഒരു 650 കാലറിയിൽ ഇതൊരു ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് വരിക. അപ്പം ഓവർ വെയ്റ്റ് ഉള്ളവർക്കാകുമ്പം അതിനകത്ത് അവരുടെ ബോഡിയിൽ ഫാറ്റ് യൂസ് ചെയ്ത് പൊയ്ക്കോളും. അതാണ് അതിനകത്ത് നോക്കാൻ പറ്റുന്നത്. ഈവൻ ദിസ് ഫുഡ് തന്നെയാണെങ്കിലും ഇപ്പം നമുക്കൊരു ബ്രെഡ് മേടിച്ച് കഴിച്ചാൽ തന്നെ അതിനകത്ത് കളർ ഉണ്ടാകും, പ്രിസർവേറ്റീവ്സ് ഉണ്ടാകും,
നമുക്കതിൻ്റെ പേരൊന്ന് നോക്കിയാൽ അറിയാം. ഒരു 5-8 ഐറ്റംസ് ഉണ്ടാവും, ആർട്ടിഫിഷ്യൽ ഐറ്റംസ്. അപ്പം നമ്മൾ ക്ലിനിക്കൽ സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ നമ്മൾ കളറോ പ്രിസർവേറ്റീവ്സോ ഒന്നും ഇല്ലാത്ത തരം ഫുഡ്, അതേ സമയത്ത് എല്ലാ ന്യൂട്രിയൻറ്റും കറക്റ്റ് പ്രൊപ്പോർഷൻസിൽ ഉള്ളതുമായിട്ടുള്ള, അപ്പം പ്രത്യേകിച്ച് ഈ നമ്മുടെ ബോഡി കൊഴുപ്പ് കൂടുതലുള്ളവർക്ക് omega-6 ഒത്തിരി കൂടുതൽ, omega-3 തീരെ കുറവായിരിക്കും. അതായത് ഇതെല്ലാം ഇൻഫ്ലമേറ്ററി രോഗങ്ങളാണ്. അപ്പോൾ ഹീലിങ്ങിന് വേണ്ടത് omega-3 വേണം. അതാണ് ഈ നമ്മളുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റിയെ കൺട്രോൾ ചെയ്യുന്ന ഇൻഫ്ലമേഷനോ ആൻറ്റി ഇൻഫ്ലമേഷനോ ആണ് അതിൻ്റെ, ആൻറ്റി ഇൻഫ്ലമേഷൻ അല്ല ഹീലിങ്ങിന് വേണ്ട omega-3. അപ്പോൾ omega-3 ഹൈ ആയിട്ടുള്ളതും അതേസമയം എല്ലാ ന്യൂട്രീഷനും അതിൻ്റെ കറക്റ്റ് പ്രൊപ്പോർഷൻ ഉണ്ടാവണം. അപ്പം അതാണ് ശരിക്കും ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ്റെ ഒരു പാർട്ട് വരുന്നത്. പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ മാത്രം പോരാ, നമ്മുടെ ബോഡിയുടെ എല്ലാ ഭാഗത്തും എത്തണമെങ്കിൽ സർക്കുലേഷൻ കറക്റ്റ് ചെയ്യണം. അതുപോലെ നമ്മുടെ ബോഡിയിലുള്ള ടോക്സിൻസ് റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മുടെ ബോഡിയുടെ സർക്കുലേഷൻ കറക്റ്റ് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ എല്ലാ മസിൽസിനെയും എല്ലാ ജോയിൻസിനെയും ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു 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 ഈ അതേ സമയത്ത് രോഗിയായിട്ടുള്ളവർ പലരും ഈ പേഷ്യൻസ് എല്ലാം നമുക്ക് ഓടാൻ പോകാനോ ചാടാൻ പോകാനോ ഒന്നും പറ്റാത്ത നിലയിലായിരിക്കും ഇരിക്കുന്നത്. അത് മാത്രമല്ല, ഓവർ വെയിറ്റ് ആയിട്ടുള്ളവർക്ക് നമ്മൾ നിന്നുകൊണ്ടോ അല്ലെ ഓടുക അങ്ങനത്തെ എക്സസൈസ് ഒക്കെ ചെയ്താൽ മുട്ടിന് ഡാമേജും വരും. അപ്പം അവർക്ക് പറ്റിയ രീതിയിൽ വളരെ കെയർഫുൾ ആയിട്ടുള്ള രീതിയിൽ എക്സസൈസ് ചെയ്യാനുള്ള സ്പെഷ്യൽ എക്സസൈസ് പാറ്റേണും ഇതാണ് ഇതിനകത്ത് വേണ്ടി വരുന്നത്. അതാണ് ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പം ബോഡിയിലേക്ക് ചെല്ലുന്ന ടോക്സിൻ്റെ അളവ് കുറയ്ക്കുക, ബോഡിയിൽ നിന്ന് ഉള്ള ടോക്സിനെ കളയാൻ നോക്കുക, ബോഡിയിലെ രക്തയോട്ടം കൂട്ടാൻ നോക്കുക, ന്യൂട്രീഷൻ കറക്റ്റ് ചെയ്യുക. ഇതെല്ലാം കറക്റ്റ് ചെയ്ത് കഴിയുമ്പം അതുകൊണ്ടാണ് വളരെ ഫാസ്റ്റായിട്ടുള്ള റിസൾട്ടും കിട്ടുമെന്നുള്ളത്. വീക്സ് കൊണ്ട് തന്നെ ഇപ്പം HbA1c ഒക്കെ എല്ലാവരും പറയും, പലപ്പോഴും പേഷ്യൻസ് ചോദിക്കാറുണ്ട് ഡയബറ്റീസ്, എന്തിനാ ഡോക്ടറെ ഒരാഴ്ചയല്ലേ ആയുള്ളൂ അപ്പോഴേക്കും എന്തിനാ HbA1c നോക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ പേഷ്യൻ്റ് കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്നറിയാൻ നമ്മൾ വീക്ക്ലി തന്നെയാണ്. അപ്പോൾ കറക്റ്റായിട്ട് പേഷ്യൻ്റ് നോക്കുന്നുണ്ടെങ്കിൽ അവരെത്ര സിൻസിയറായിട്ടും അവരുടെ ഏജിൻ്റെ ഫാക്ടർ അനുസരിച്ച് ചിലർക്കൊക്കെ ഒരാഴ്ച കൊണ്ട് തന്നെ ഇപ്പം 12 നിൽക്കുന്നവർ 1.5 യൂണിറ്റ്സ് ഒക്കെ HbA1c കുറയുന്നുള്ളതാണ്. ഷുഗർ വീട്ടിലിരുന്ന് നോക്കിയാൽ മതി. കറക്റ്റായിട്ട് നോക്കുന്നവരാണെങ്കിൽ വിതിൻ 24 hours ഷുഗർ കൺട്രോൾ ആയിട്ടുണ്ടാകും. മരുന്ന് നിർത്തിയിട്ട്, അതായത് 3-4 ഗുളികയും ഇൻസുലിനും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും നമുക്ക് ഡയബറ്റീസിൻ്റെ ടൈപ്പ് 2 ഡയബറ്റീസ് ആണെങ്കിൽ എല്ലാ മരുന്നും നിർത്തിക്കൊണ്ടാണ് നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊടുക്കുന്നത്. അപ്പം കറക്റ്റായിട്ട് പറയുന്ന പോലെ ചെയ്യുന്നവരാണ് വിതിൻ 24 hours തന്നെ ഷുഗർ മരുന്നില്ലാതെ ഏകദേശം കൺട്രോൾ ആയിട്ടുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊന്നും ബ്ലൈൻഡായിട്ടല്ല ചെയ്യുന്നത്. അപ്പം വെറുതെ ആരും അങ്ങനെ ചെയ്യാനും പറ്റില്ല. കാരണം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് മരുന്ന് നമുക്ക് നിർത്തിക്കഴിഞ്ഞ് എല്ലാം ശരിയായിക്കോളും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഡെയിലി 4 ടൈംസ്, അതായത് ഇൻസുലിനും അങ്ങനെയൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ 4 ടൈംസ് ഷുഗർ നോക്കി അത് കൺട്രോൾ ആകുമെന്ന് ഉറപ്പ് വരുത്തുകയും കൂടി ചെയ്തുകൊണ്ട് വേണം ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യുന്നത്. ഈ ഡയബറ്റീസ് കാരണം ഈ നമ്മളുടെ ചർമ്മത്തിൽ പല ടൈപ്പ് ബുദ്ധിമുട്ടുകളും വരാറുണ്ട്. ഇങ്ങനെ കുമള പോലെ വരല്, അല്ലെങ്കിൽ ചൊറിച്ചിൽ വരല്, അല്ലെങ്കിൽ പൊട്ടല്, പിന്നെ ഇരുണ്ട് വരല്, അങ്ങനെ പല രീതിയിൽ വരാറുണ്ട്. അപ്പം മിക്കവാറും ഇപ്പോൾ ഒരു ചോദ്യം എന്തായിരുന്നു വെച്ചാൽ, ഈ ഡയബറ്റീസിനെ പറ്റി ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും ദേഹം മുഴുവൻ ഇങ്ങനെ ചൊറിച്ചിൽ പോലെ വരുന്നുണ്ട്. ഓയിൻമെൻറ്റും മരുന്നൊക്കെ കഴിച്ചു, പക്ഷെ അതും മാറുന്നില്ല. അപ്പം ഈ ചർമ്മ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി എന്താണ് ഈ ഡയബറ്റീസ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ടത്? ഡയബറ്റിക് പേഷ്യൻസ് മിക്കവർക്കും തന്നെ, പ്രത്യേകിച്ച് കുറേ നാളായിട്ട് ഡയബറ്റീസ് വന്നിരിക്കുന്നവർക്ക് പലതരം സ്കിൻ ഡിസീസസ് വരും. അതിൽ മിക്കവാറും പലപ്പോഴും എക്സ്ട്രിമിറ്റീസിലായിരിക്കും തുടക്കത്തിൽ വരും. ഈ കഴുത്തിനൊക്കെ ചുറ്റും ഈ അക്കാൻതോസിസ് നൈഗ്രിഗൻസ് എന്ന് പറയും, കഴുത്തിന് ചുറ്റും അല്ലെങ്കിൽ നക്കിളിൽ, അതൊക്കെ പ്രീ ഡയബറ്റീസിൻ്റെ സിംറ്റമാണ്. മുഖത്ത്, പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കായിരിക്കും മുഖത്ത്, നെറ്റിയുടെ അവിടെ, അതൊക്കെ ഈ ഇൻസുലിൻ, ശരിക്കും പറഞ്ഞാൽ അതെല്ലാം പ്രീ ഡയബറ്റീസിലാണ്. പ്രീ ഡയബറ്റീസിൽ ഇൻസുലിനാണ് കൂടുന്നത്, ഷുഗർ കൂടാറില്ല. അത് ഡയബറ്റിക് ആയി കഴിഞ്ഞാലും അത് കണ്ടിന്യൂ ചെയ്യും. പ്രീ ഡയബറ്റീസിലേ വന്നു തുടങ്ങും, അത് കണ്ടിന്യൂ ചെയ്യും. അതായത് ഡാർക്ക്നെസ്, അതാണ് ഒന്ന് വരുന്നത്.
പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ കുറേ കൂടുതലായി കഴിയുമ്പോൾ അതിന് ഡയബറ്റിക് ഡെർമോപ്പതി എന്ന് പറയുന്ന ഒരിതുണ്ട്. അതിൽ കറുപ്പ് വരും, അത് ചുമന്ന് പാച്ചസ് വരിക, പിന്നെ അത് ചൊറിഞ്ഞ് പൊട്ടാൻ തുടങ്ങുക, അങ്ങനെ പല രീതിയിലുള്ള പ്രസൻറ്റേഷൻസ് സ്കിന്നിൽ വരാറുണ്ട്. അപ്പോൾ അതിൽ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഈ ഷുഗർ കൺട്രോൾ ചെയ്ത് ഡയറ്റ് കൺട്രോൾ ചെയ്യുക. അതിനൊപ്പം തന്നെ ചിലപ്പം ഈ ഡയബറ്റിക് പേഷ്യൻസിന് അലർജിയും കൂടെ കയറി വരാം. അപ്പം അതും കൂടെ അത് ചിലപ്പം നമ്മൾ കഴിക്കുന്ന പലതരം ഫുഡിനോട് തന്നെ അലർജി എല്ലാം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തെറ്റിയിരിക്കുമ്പം നോർമൽ ആയിട്ടുള്ളതിനോടൊക്കെ അവർ റിയാക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് വരാം. അതുകൂടാതെ ഈ മരുന്നുകളുണ്ടല്ലോ, ഈ മരുന്നിൻ്റെ സൈഡ് ഇഫക്റ്റ് ആകാം, മരുന്ന് കൊണ്ട് വരുന്ന ചൊറിച്ചിലാവാം. അപ്പം അതും കൂടെ കൺസിഡർ ചെയ്യണം. അപ്പം ഇതിന് വേണ്ടി കഴിക്കുന്ന രോഗം കൊണ്ട് തന്നെ വരുന്ന സ്കിന്നിന് വരുന്ന ഡാമേജ് ആകാം, അല്ലെങ്കിൽ മരുന്ന് കൊണ്ട് വരുന്ന അലർജി ആകാം, പിന്നെ ഫുഡിനോട് കൂടി വരുന്ന അലർജി ആകാം, അങ്ങനെ മൾട്ടിപ്പിൾ കാര്യങ്ങൾ കൊണ്ട് വരാം. പക്ഷെ നമ്മൾ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഡയബറ്റിക് പേഷ്യൻസിന് നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊടുക്കുമ്പം എല്ലാത്തിനും പാരലൽ ബെനിഫിറ്റാണ് വരുന്നത്. സ്കിന്നിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് മാറും, യൂറിൻ്റെ കിഡ്നി പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീരെ എൻഡ് സ്റ്റേജ് ആകാത്തവർക്ക് ഈസി ആയിട്ട് അത് കുറഞ്ഞു വരും. അത് എത്രയാണെങ്കിലും അത് ഇമ്പ്രൂവ് തീരെ കുറഞ്ഞവർക്കാണ് തിരിച്ച് കയറ്റിക്കൊണ്ട് വരാൻ ബുദ്ധിമുട്ട് വരുന്നത്. അല്ലെങ്കിൽ GFR ഒക്കെ 60, 70 ഒക്കെ നിൽക്കുന്നവർക്ക് 90ന് മുകളിൽ എത്തിച്ച് പോകാം. ഡയബറ്റീസ് മാത്രമോ, ഡയബറ്റീസോ പ്രഷറോ ഒക്കെ കൂടെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഡയബറ്റീസിനും പ്രഷറിനും കൊളസ്ട്രോളിനും ഒക്കെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് മിക്കവാറും ഡയബറ്റീസിൻ്റെ ഫസ്റ്റ് തന്നെ നിർത്തും. ബാക്കിയുള്ളത് പേഷ്യൻ്റ് കോപ്പറേറ്റീവായിട്ട് പോകുന്നവരാണെങ്കിൽ ഒരാഴ്ചയോ 2 ആഴ്ചയോ മാക്സിമം 1 മന്ത്, 1 മന്തിനുള്ളിൽ എല്ലാ മരുന്നും തീർന്നിരിക്കണം എന്നുള്ളതാണ് നമ്മളുടെ കണക്ക്. ആകെ പറ്റാതെ വരുന്നത് ഈ ഓൾറെഡി സ്റ്റെൻ്റൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർ ഒരു 1 ഇയറിലേക്ക് ഈ ബ്ലഡ് തിന്നേഴ്സ് കഴിക്കേണ്ടി വരും. ബാക്കിയുള്ള മരുന്നുകൾ എല്ലാം ലൈഫ് സ്റ്റൈൽ ഡിസീസിന് കഴിക്കുന്ന മരുന്നാണെങ്കിൽ ഇതിൻ്റെ മന്ത് മിക്കവാറും എല്ലാം തന്നെ നിർത്താൻ പറ്റാറുണ്ട്. ഇനി എക്സെപ്ഷണൽ കേസ് ഈ സ്റ്റെൻ്റ് ഇട്ടിരിക്കുന്നവർക്ക് അതിൻ്റെ സ്റ്റെൻറ്റിൻ്റെ പേരിൽ സൈഡ് ഇഫക്റ്റ്, അതിൻ്റെ സ്റ്റെൻറ്റിൻ്റെ സൈഡ് ഇഫക്റ്റ് അല്ലാതെ സ്റ്റെൻ്റ് ഇട്ടിരിക്കുന്നവർക്ക് ഈ ഇത് കഴിച്ചത് കൊണ്ട് അവർക്ക് ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കുന്നത് സ്റ്റെൻറ്റിൻ്റെ സൈഡ് ഇഫക്റ്റ് കൊണ്ട് ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാനാണ് അവർ ഈ ബ്ലഡ് തിന്നേഴ്സ് കഴിക്കേണ്ടി വരുന്നത്. അതൊക്കെ മാത്രം അതിൻ്റെ ആ ടൈം പീരീഡ് വരെ മാക്സിമം 1 ഇയർ വരെ 1 ഇയർ വരെയാണ് അതൊന്ന് കവർ ചെയ്ത് പോകുന്നോടം വരത്തേക്ക്. ബാക്കി എല്ലാ മരുന്നും കുറച്ചുകൊണ്ട് വരാൻ പറ്റും. പക്ഷെ ഇതിനകത്ത് ഒരു കാര്യം ഓർക്കണം, നമ്മൾ ഡയറ്റ് കൺട്രോൾ ചെയ്യാൻ വില്ലിങ് ആയിരിക്കണം. ചില വളരെ നമ്മുടെ പേഷ്യൻസ് മിക്കവാറും എല്ലാവരും തന്നെ നോക്കുന്നവരാണ്. പക്ഷെ ചിലരൊക്കെ ചിലപ്പോൾ തെറ്റിക്കും. കാരണം പ്രത്യേകിച്ച് മക്കളൊക്കെ മിക്കവാറും പ്രായമുള്ളവരായിരിക്കുമല്ലോ. അപ്പോൾ മക്കളൊക്കെ അമേരിക്കയിൽ നിന്ന് വരുമോ, ഗൾഫിൽ നിന്ന് വരുമോ, ഓസ്ട്രേലിയയിൽ നിന്ന് വരുമോ ഒക്കെ ചെയ്യുമ്പോൾ അവരുടെ ഫുഡ് കൺട്രോൾ എല്ലാം പോകും. പിള്ളേർക്ക് വേണ്ടിയിട്ട് അത് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അന്നേരം വീണ്ടും ഈ പ്രശ്നങ്ങളൊക്കെ തിരിച്ചു കയറി വരും. ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് പോയി അത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് തെറ്റിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തിരിച്ചു വരാം. അപ്പം വീണ്ടും നമ്മൾ തിരിച്ചു പിടിക്കണം. അപ്പം ശരിയാണ്, മനുഷ്യരാണ്. ഇപ്പോഴാണെങ്കിലും ഒക്കെ കുറേയൊക്കെ കുറേയൊക്കെ നമുക്ക് ഫുൾ കൺട്രോളൊന്നും കിട്ടിയെന്നിരിക്കുകയില്ല. അപ്പം ഒരു ഫ്യൂ ഡേയ്സൊക്കെ തെറ്റിയാലും തിരിച്ചു പിടിക്കാനുള്ള ഇൻട്രസ്റ്റ് കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം നമ്മൾ വീണ്ടും നമ്മൾ കുറച്ചൊരു ക്ലിനിക്കൽ സപ്പോർട്ട് ഫുഡോ ന്യൂട്രീഷനോ ഒക്കെ എടുത്ത് ബാക്കി കാർബോഹൈഡ്രേറ്റ് ഒക്കെ കൺട്രോൾ ചെയ്ത് വീണ്ടും നമുക്ക് വിതിൻ ഫ്യൂ ഡേയ്സ് കൊണ്ട് തിരിച്ചു പിടിക്കാവുന്നതേ ഉള്ളൂ. അല്ല ഇതെല്ലാം മാറ്റി 3 മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ 6 മാസത്തെ ട്രീറ്റ്മെൻറ്റ് കാലാവധി കഴിഞ്ഞു ഇനി എന്തും ആകാമെന്ന് വെച്ചാൽ പറ്റില്ല. അപ്പോഴേക്കും ആ പഠിച്ചെടുത്ത കാര്യങ്ങൾ വെച്ച് നമ്മൾ ആ റീഗെയിൻ ചെയ്ത ഹെൽത്തും, അതായത് ഇപ്പം കണ്ണിൻ്റെ ഹെൽത്തോ, കിഡ്നിയുടെ ഹെൽത്തോ, സ്കിന്നിൻ്റെ ഹെൽത്തോ, ഹാർട്ടിൻ്റെ ഹെൽത്തോ ഒക്കെ നമ്മൾ റീഗെയിൻ ചെയ്തത് അത് കൊണ്ടുപോകാനുള്ള ഇൻട്രസ്റ്റും കൂടെ നമ്മൾ കാണിക്കണം. അതിന് സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ അതും ആകാം. പക്ഷേ ഇതിപ്പം നന്നായിട്ട് നോക്കുന്ന പലർക്കും സപ്പോർട്ടൊന്നും ഇല്ലാതെ മാനേജ് ചെയ്യുന്നവരുണ്ട്. പിന്നെ അഫോർഡബിൾ ആയിട്ടുള്ളവർ ചെറിയ നിലയിൽ സപ്പോർട്ട് എടുത്തുകൊണ്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോകുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോരുത്തരുടെയും കൺവീനിയൻസ് അനുസരിച്ച് കണ്ടിന്യൂ ചെയ്യുക. എങ്ങനെ വേണമെന്ന് എന്താണെങ്കിലും നമ്മൾ ഷുഗർ കൺട്രോളാക്കി നിർത്തണം, അതില്ലാതെ പറ്റില്ല. ഈ ഡയബറ്റീസ് ഉള്ളവരുടെ പറഞ്ഞു കേൾക്കുന്നത് അവരുടെ മാനസിക ആരോഗ്യത്തെ ഈ ഡയബറ്റീസ് ബാധിക്കാറുണ്ട്. അതുകൊണ്ട് ആ ഒരു വശം അങ്ങനെ നിൽക്കുമ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് തന്നെ
ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഈ ഡയബറ്റിക് പേഷ്യൻസിൻ്റെ മാനസിക ആരോഗ്യം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എന്താണ് സാധ്യമാവുക? ഡയബറ്റിക് പേഷ്യൻ്റ് പലതരം ബുദ്ധിമുട്ടിലായിരിക്കും. അവർ മിക്കവാറും എന്താ പറ്റുന്നതെന്ന് ചോദിച്ചാൽ അവർ ഈ മരുന്ന് കഴിക്കുമ്പം ഷുഗർ കുറയും. പിന്നെ ഷുഗർ കുറയുമ്പം വിശപ്പ് വരും. അപ്പം ഭക്ഷണം എടുത്ത് വിശപ്പ് മാത്രമല്ല, ക്ഷീണവും തളർച്ചയൊക്കെ വരും. അപ്പം ഭക്ഷണം കഴിക്കും. ഇതിൻ്റെ ഇടയിൽ ഹൈപ്പറും ഹൈപ്പോയുടെ ഇടയിലുള്ള ഒരു വല്ലാത്ത അവസ്ഥയിലായിരിക്കും പല പേഷ്യൻസും. അപ്പോൾ എല്ലാവരും വഴക്കും പറയും, നീ അതും എടുത്ത് കഴിച്ചിട്ടല്ലേ എന്ന്. അപ്പം ഇൻസുലിനും എടുത്ത് വെച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പം, അല്ലെങ്കിൽ ടാബ്ലറ്റ് കഴിച്ചിട്ട് 8 മണിക്ക് ടാബ്ലറ്റ് എല്ലാം എടുത്തു കഴിഞ്ഞാൽ 12 മണിയാകുമ്പോഴേക്കും കണ്ണ് കാണാൻ മേലാത്ത നിലയിലേക്ക് എത്തും പലരും. അത് ഷുഗർ കുറഞ്ഞു പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ എന്തെങ്കിലും എടുത്ത് കഴിക്കുക, അപ്പോഴേക്കും പിന്നെ അടുത്ത ഷുഗർ നോക്കുമ്പോഴേക്കും കൂടിയിട്ടുണ്ടാവും. ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പം നമുക്ക് പലപ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാതെ വരുമ്പോൾ അതിൻ്റെ മനപ്രയാസം വരുമല്ലോ. ജോലിയിലുള്ളവരൊക്കെ ആണെങ്കിൽ പലപ്പോഴും ജൂനിയേഴ്സിനോടായിരിക്കും അതിൽ ഇറിറ്റേഷൻ എല്ലാം കാണിക്കുന്നത്, അവരുടെ പെർഫോമൻസ് കുറഞ്ഞു പോകും. ഇതിൻ്റെ ഇടയിൽ കിടക്കുന്നതുകൊണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഡയബറ്റീസിന് ശരിക്കും ആവശ്യമില്ലാത്തതാണ് ഈ മരുന്നുകൾ. ഈ മരുന്നുകളാണ് നമ്മൾ കൂടുതലും ഇത് വരുത്തുന്നത്. പക്ഷെ മരുന്ന് ആവശ്യമില്ല, എന്നാൽ ഷുഗർ കൺട്രോൾ ഇല്ലാതെ നിൽക്കട്ടെ എന്നല്ല വെക്കേണ്ടത്. നമ്മൾ ഈ ഭക്ഷണം എല്ലാം എടുത്ത് കഴിച്ചിട്ടില്ല ഈ മരുന്ന് എടുത്ത് കഴിക്കേണ്ടി വരുന്നത്. അപ്പം ഭക്ഷണവും മരുന്നുമായിട്ട് നമ്മുടെ ജീവിതശൈലി ക്രമീകരണവും ഈ മരുന്നുമായിട്ട് ചേരുകയില്ല. കാരണം മരുന്ന് കഴിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഡയബറ്റീസിന് മരുന്ന് കഴിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഫുഡ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് എഗൻസ്റ്റ് ആയിട്ടാണ് ഇത് മെയിൻലി വർക്ക് ചെയ്യുന്നത്. കാരണം ഡയബറ്റീസിന് മരുന്ന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻസുലിൻ കൂടും. ഇൻസുലിൻ കൂടുമ്പോൾ ഷുഗർ താന്നു പോകും. അപ്പം എങ്ങനെ അവർക്ക് ഫുഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും? അപ്പോൾ അവർ പിന്നെ അത് മാത്രമല്ല, അവർ പിന്നെയും വെയിറ്റ് ഗെയിൻ ആയിരിക്കും. ഡയബറ്റീസിന് മരുന്ന് ഇൻസുലിനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പം ഡെഫിനറ്റ്ലി അവർക്ക് വെയിറ്റ് ഗെയിനിലേക്ക് പോകും. കാരണം കൂടുതൽ കഴിക്കേണ്ടി വരുന്നു. അപ്പം വെയിറ്റ് ഗെയിൻ വരും. വെയിറ്റ് ഗെയിൻ തന്നെയാണ് നമ്മളുടെ നെർവസ് ബാലൻസ് പോവും. അപ്പം സൈക്കാട്രിക് ഡിസോർഡേഴ്സ് വരും. ഈവൻ സൈക്കാട്രിക് ഡിസോർഡേഴ്സ് ഉള്ളവർക്ക് മരുന്ന് കഴിക്കുമ്പം ഡയബറ്റീസ് വരും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ സൈക്കാട്രിക് ഡിസോർഡേഴ്സ് ഉള്ളവർ ഈ വെയിറ്റ് ഗെയിനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടി പ്രോബ്ലം ആവും. പക്ഷെ ഒരു പോസിറ്റീവ് തിങ് എന്താണെന്നുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ രോഗി ഡിസൈഡ് ചെയ്യുകയാണ്, ഞാൻ ജീവിതശൈലി എനിക്ക് മരുന്നല്ല വേണ്ടത്, എനിക്ക് ജീവിതശൈലി കറക്റ്റ് ചെയ്ത് എനിക്ക് ഇതിൽ നിന്നെല്ലാം മാറണമെന്നുള്ള വെക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് പറ്റും. സൈക്കാട്രിക് ഡിസോർഡേഴ്സിന് വേണ്ടിയിട്ട് മരുന്ന് കഴിക്കുന്നവർക്കും അത് കുറച്ചുകൊണ്ട് നിർത്താൻ പറ്റും. അതിന് എത്ര മരുന്നുണ്ടെന്നുള്ളതനുസരിച്ച് സൈക്കാട്രിക് ഡിസോർഡേഴ്സിന് എടുക്കുന്ന മരുന്നുകൾ കുറച്ചും കൂടി സ്ലോ ആയിട്ടേ കുറച്ചുകൊണ്ട് നിർത്താൻ പറ്റുള്ളൂ. ഡയബറ്റീസിന് ഉള്ളത് ഫസ്റ്റ് ഡേ നിർത്താം. പ്രഷർ, കൊളസ്ട്രോൾ അങ്ങനത്തെ ഒക്കെ വിതിൻ എ മന്ത് നിർത്താം. പക്ഷെ കൂടുതൽ സൈക്കാട്രിക് മെഡിസിൻസ് 3, 4 ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ടൈം എടുക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സൈക്കാട്രിക് മെഡിസിൻസ് ഒക്കെ ഒരു അഡിക്ഷൻ ഫോം ചെയ്യാം. ജസ്റ്റ് ലൈക്ക് നമ്മൾ പെട്ടെന്ന് വിത്ഡ്രോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ബാലൻസ് പോകും. ഈ നമ്മുടെ ആൽക്കഹോളിസം ഉള്ളവരെ പെട്ടെന്ന് നിർത്തിക്കഴിഞ്ഞാൽ അവർക്ക് വിത്ഡ്രോവൽ സിംറ്റംസ് വരുമല്ലോ. അതുകൊണ്ട് ഈ സൈക്കാട്രിക് മെഡിസിൻസ് ഒക്കെ പതുക്കെ ഓരോന്നായിട്ട് ഡോസ് കുറച്ചുകൊണ്ട് വന്ന് നിർത്താനേ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് കുറച്ചും കൂടെ കൂടുതൽ ടൈം എടുക്കും. എന്നാലും മിക്കവാറും പേർക്ക് ഒരു 3 മാസം കൊണ്ട് 3 to 6 months മിക്കവാറും ഈ ലൈറ്റ് ആയിട്ടുള്ള സൈക്കാട്രിക് മെഡിസിൻസ് എല്ലാം തന്നെ അങ്ങനെ വർഷങ്ങൾ, ഈവൻ 3, 4, 5, 6 ഒക്കെ വർഷങ്ങളായിട്ടൊക്കെ സൈക്കാട്രിക് മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് നമ്പർ അനുസരിച്ച് വിതിൻ ഫ്യൂ മന്ത്സ് എന്തായാലും അതും കുറച്ചുകൊണ്ട് നിർത്താൻ പറ്റും എന്നുള്ളതാണ്. ഈ ഡയബറ്റീസ് ഉള്ളവരിൽ കുറേ പേർക്ക് ഈ കേൾവിക്കുറവ് ഉണ്ട്. അതും ഇതേപോലെ തന്നെ ഒരു മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പം അതിനായിട്ട് ശരിക്കും ഈ ഡയബറ്റീസ് ഉള്ളവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? നമ്മൾ ഈ കണ്ണിൻ്റെ കാഴ്ച കുറയുന്നതിന് എല്ലാവരും കുറച്ചുകൂടി സെൻസിറ്റീവാണ്. ഡയബറ്റീസ് കൊണ്ട് കണ്ണിൻ്റെ കാഴ്ച കുറയുന്നതിനെ കുറിച്ച് എല്ലാവരും അവെയറാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മുടെ പബ്ലിക്കിൽ ഞാനും ഇതുവരെ ഈവൻ ഡോക്ടേഴ്സിൻ്റെയും ഒന്നും തന്നെ കേൾക്കാറില്ല ഈ ഡയബറ്റീസ് കൊണ്ട് ചെവിക്ക് കുഴപ്പം വരുന്നത്, കേൾവി കുറയുന്നത്. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചാലറിയാം, ഈ ഹിയറിംഗ് എയ്ഡ് വെച്ചുകൊണ്ടിരിക്കുന്നവർ
അപ്പോൾ അത് പലപ്പോഴും അറിയുകയില്ല. നമ്മളെല്ലാവരും തുടക്കത്തിൽ ഹിയറിംഗ് എയ്ഡും വെച്ചങ്ങ് മാനേജ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഡയബറ്റിസ് ആണ് ഇന്നത്തെ ഈ ഹിയറിങ്ങിൻ്റെ പ്രോബ്ലത്തിൻ്റെ ഒരു മേജർ കാരണം. ഡയബറ്റിസ്, അല്ലെ പ്രഷർ, അല്ലെ കൊളസ്ട്രോൾ. ഈ മെറ്റബോളിക് സിൻഡ്രോമിനുള്ള ഈ 3 കൊളസ്ട്രോൾ ഓർ ട്രൈഗ്ലിസറൈഡ്, ശരി കൊളസ്ട്രോൾ അല്ല കൂടുതൽ പ്രോബ്ലം ഉണ്ടായിരുന്നത്, ട്രൈഗ്ലിസറൈഡ് ആണ് കൂടുതൽ. അതായത് ഗ്ലൂക്കോസ് പോലെ അതൊരു ന്യൂട്രീഷൻ ആണല്ലോ, ന്യൂട്രിയൻ്റ് ആണ്. ഗ്ലൂക്കോസ് കൂടിയപ്പം നമ്മളുടെ ഓർഗൻസും ബ്ലഡ് വെസൽസും ഡാമേജ് ചെയ്യുന്നത് പോലെ തന്നെ കൊളസ്ട്രോൾ, ഈ ഫാറ്റ് കൂടിയാലും വരും. ഈ ഡയബറ്റിസ് ഉള്ളവർക്ക്, ഗ്ലൂക്കോസ് കൂടുതലുള്ളവർക്ക് ട്രൈഗ്ലിസറൈഡും കൂടുതലായിരിക്കും. അത് രണ്ടും കണക്റ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. ഗ്ലൂക്കോസിനെ നമ്മൾ ബോഡി കൊഴുപ്പാക്കിയാണല്ലോ മാറ്റുന്നത്. ഈ കൊഴുപ്പിനെയാണ് നമ്മൾ ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലൂക്കോസ് ഉള്ളപ്പോൾ നമ്മുടെ ലിവർ അതിനെ കൊഴുപ്പാക്കും. കൊഴുപ്പ് കൊണ്ട് അവരെല്ലാം തന്നെ ഓവർ വെയിറ്റ് ആയിരിക്കും. അവർക്ക് കൊഴുപ്പ് സ്റ്റോർ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അതിങ്ങനെ ബ്ലഡിൽ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കും. ഇതെല്ലാം പോയി രക്തക്കുഴലുകളിൽ ബ്ലോക്ക് ഉണ്ടാക്കി നമ്മുടെ നെർവ്സിൻ്റെ, ചെവിയുടെ നെർവ്സിനെ ബാധിക്കുമ്പോഴാണ് നമ്മുടെ കേൾവി പോകുന്നത്. അതുപോലെ ഈ ചെവിയിൽ മൂളക്കം പോലെ, എന്താ ടിനിറ്റസ് എന്ന് പറയും, അത് വരുന്നത്. പിന്നെ അതുപോലെ തല ചുറ്റൽ വരുന്നത്, ഹിയർ ബാലൻസ് പോകുന്നത്. ഇതെല്ലാം കണക്റ്റഡ് ആണ്. അപ്പം നമ്മൾ അതിൻ്റെയും ഈ നമ്മളുടെ കണ്ണിനെ സംരക്ഷിക്കണമെങ്കിലും, നമ്മുടെ കാഴ്ച നിലനിർത്തണമെങ്കിലും, നമ്മളുടെ ഹിയറിംഗ് നിലനിർത്തണമെങ്കിലും, നമ്മുടെ കിഡ്നിക്ക് ഓക്കെ ആയിട്ടിരിക്കണമെങ്കിലും, ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കണമെങ്കിലും എല്ലാം ചെയ്യേണ്ടത് ഷുഗർ കൺട്രോൾ ചെയ്യുക. അതിന് മരുന്ന് കഴിച്ചല്ല ഷുഗർ കൺട്രോൾ ചെയ്യാൻ നോക്കേണ്ടത്. അത് വീണ്ടും നമ്മുടെ കിഡ്നിയെയും ലിവറിനെയും ഒക്കെ ഡാമേജിലേക്ക് കൊണ്ടുപോകുള്ളൂ. ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് നമ്മൾ ഡയബറ്റിസ്, ഷുഗർ കൺട്രോൾ ചെയ്യാൻ നോക്കിയാൽ ഷുഗർ മാത്രമല്ല, ബാക്കിയുള്ള അതിൻ്റെ കൂടെയുള്ള എല്ലാ രോഗങ്ങളും, ഈ സിൻഡ്രോംസിൽപ്പെട്ട മറ്റു രോഗങ്ങളെല്ലാം കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും ബിപിയും എല്ലാം കുറഞ്ഞു വരുന്നതേ ഉള്ളൂ. ഈ ഡയബറ്റീസിന്റെ കാര്യം പറയുമ്പോൾ ഈ ഡയബറ്റീസും നമ്മുടെ എല്ലിൻ്റെ ബലക്ഷയവും കണക്റ്റഡ് ആണെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇപ്പം പല്ലിൻ്റെ കാര്യത്തിലും ഡയബറ്റീസ് ഒരു വലിയ പങ്ക് വഹിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഇംപ്ലാന്റ്സ് ഒക്കെ വളരെ കൂടുന്ന സാഹചര്യത്തിൽ ഡയബറ്റീസ് അതിന് ശരിക്കും പറഞ്ഞാൽ അതിനെ നന്നായിട്ട് നെഗറ്റീവായിട്ട് ബാധിക്കും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എത്രമാത്രം അത് ശരിയാണ്? ഡയബറ്റിസ് ഡാമേജ് ചെയ്യുന്ന പ്രൈമറിലി രക്തക്കുഴലുകളെയാണ്. രക്തക്കുഴലുകളെ ഡാമേജ് ചെയ്യുമ്പം നമ്മൾ ബോണിനകത്താണെങ്കിൽ രക്തക്കുഴലുകളാണ്, നമ്മൾ പല്ലിനകത്തേക്കാണെങ്കിൽ രക്തക്കുഴലുകൾ ചെല്ലണം. അവരും പല്ലിന് പുറമേ നമുക്ക് ലൈഫ് ഇല്ല എന്നൊക്കെ തോന്നുമെങ്കിലും ഉള്ളിൽ അവിടെയും ലൈഫുണ്ട്. പല്ലും റീജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പൾപ്പെന്നൊക്കെ പറയുമല്ലോ പല്ലിൽ. അപ്പം പല്ലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോണാണ്. അതിനെ ഒരു ബോണായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അവിടെ ഒരു ജോയിൻ്റ് ഉണ്ട്. അതാണ് നമ്മുടെ പല്ലുകൾ നമ്മൾ പിടിച്ച് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു മൂവ്മെൻ്റ് ഉണ്ടല്ലോ നാച്ചുറലി തന്നെ. അത് അവിടെ ഒരു ജോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഈ ജോയിൻറ്റിന് ഡാമേജ് വരുന്നതുകൊണ്ടാണ് ചിലരുടെയൊക്കെ പല്ല്, ഡയബറ്റിക് പേഷ്യൻസിൻ്റെ പല്ല് കൊഴിഞ്ഞു പോകുന്നത് പോലെ വരും. അങ്ങ് ലൂസായി അങ്ങ് ഇളകി പോകും ചിലരുടെ കേരീസൊക്കെ വന്ന് കേടായി പോവുമായിരിക്കും ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ മറ്റ് ജോയിൻറ്റുകൾക്കും നമ്മുടെ ബോണുകൾക്കും ഡാമേജ് വരികയാണ്. കാരണം രക്തക്കുഴലുകൾ ബോണിൻ്റെ ആക്ച്വലി നമ്മുടെ ബോണിൻ്റെ മജ്ജയ്ക്കുള്ളിൽ നിന്നാണ് ബ്ലഡ് വെസൽസിൻ്റെ തുടക്കം എന്ന് പറയാം. ഹാർട്ടിൽ നിന്നാണ് തുടങ്ങുന്നതെന്ന് ഒരു സൈഡിൽ പറയാം. പക്ഷെ വേറൊരു സൈഡിൽ നിന്ന് ചിന്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും മജ്ജയിൽ നിന്നാണ് തുടങ്ങുന്നത്. രക്തം ഉണ്ടാക്കുന്നത് മജ്ജയ്ക്കകത്താണ്. നമ്മൾ ഏറ്റവും പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മുടെ ബ്ലഡും അതെ, ഇമ്മ്യൂൺ സിസ്റ്റവും അതെ. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ വൈറ്റ് ബ്ലഡ് സെൽസും പിന്നെ രക്തത്തിലെ റെഡ് ബ്ലഡ് സെൽസും ഒക്കെ ഉണ്ടാക്കുന്നത് നമ്മുടെ മജ്ജയ്ക്കുള്ളിലാണ്. അപ്പോൾ ആ മജ്ജയ്ക്കുള്ളിലേക്ക് വളരെയധികം ബ്ലഡ് സർക്കുലേഷൻ വേണം. അവിടെ നിന്നാണ് ഈ ഇത് വൈറ്റ് ബ്ലഡ് സെൽസും ഇതൊക്കെ കയറി രക്തക്കുഴലിലേക്ക് വരുന്നത്. അപ്പം അങ്ങോട്ടുള്ള രക്തയോട്ടം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോൺ വീക്കാവും. ഡയബറ്റിക് പേഷ്യൻസിന് വീണാൽ ഒടിയാനുള്ളതും ഒക്കെ ചാൻസ് കൂടുതലായിരിക്കും. വീഴാൻ ചാൻസ് കൂടുതൽ എന്താണെന്ന് ചോദിച്ചാൽ മസിലിൻ്റെ രക്തക്കുഴലുകൾക്കൊക്കെ ഡാമേജ് വന്ന് മസിൽ വീക്കാവും. അപ്പോൾ നമ്മൾ വീഴാനുള്ള ചാൻസ് വരും. വീഴുമ്പോൾ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള മസിലുള്ളവർക്കാണെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള മസിലും ബോണും ആണെങ്കിൽ അവർക്ക് ഒടിയാനുള്ള ചാൻസ് കുറവായിരിക്കും. പക്ഷേ ഡയബറ്റിക് പേഷ്യൻസ് പ്രത്യേകിച്ച് അവർ എക്സസൈസും ഉണ്ടാവില്ല. യൂഷ്വലി ഡയബറ്റീസ് വരുന്നവർ ജീവിതശൈലിയുടെ കുഴപ്പം കൊണ്ടാണല്ലോ ഈ ഒരു പരിധി വരെ ഡയബറ്റീസ് വന്നിരിക്കുന്ന എക്സസൈസ് ഇല്ലാത്തത് കൊണ്ടും
ഫുഡ് ഹാബിറ്റ് ശരിയല്ലാത്തത് കൊണ്ടുമാണ്. അപ്പോൾ അവരുടെ മസിലും ബോണും ഒക്കെ വീക്കാവും. അതുപോലെ ബോണിൻ്റെ പോലെ തന്നെ പല്ലിനും വീക്കാവും. പിന്നെ അതുകൂടാതെ അവർക്ക് പല്ലിലൊക്കെ ആണെങ്കിൽ ഈ ഡാമേജ് വരാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലൂക്കോസ് കൂടി നിൽക്കുകയല്ലേ. അപ്പോൾ അവിടെ ഇൻഫെക്ഷൻ വരാം. അപ്പോൾ കാലിൽ അൾസർ വരുന്ന പോലെ തന്നെ പല്ലിനകത്തും ഇൻഫെക്ഷൻ വന്നും ഈ ജോയിന്റ് ഡാമേജ് വന്നും ഈ പല്ല് പിടിപ്പിക്കുന്നത് ഇതിൽ ഡാമേജ് വന്നും അത് പോവാം. പിന്നെ നമ്മൾ ഒരു കാര്യം കൂടെ ഓർക്കണം. ഇപ്പം ശരിയാണ് ഡെന്റിസ്ട്രി ഒത്തിരി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. കേരീസ് നമുക്ക് പല്ലൊക്കെ ഏകദേശം ഫുൾ ഡാമേജ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ പോലും റൂട്ട് കനാലൊക്കെ വെച്ച് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഈവൻ ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഇംപ്ലാന്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ജോയും മാക്സിലും, അതായത് ഈ തടിയെല്ലാം അവിടെ ഉണ്ടായാൽ അതിന് ആരോഗ്യം ഉണ്ടായാലേ ഇംപ്ലാന്റ് അവിടെ നിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇംപ്ലാന്റ് ലൂസായി പോകും. അപ്പോൾ ഇതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കണം, ഡയബറ്റീസ് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഈവൻ ഈ ഇംപ്ലാന്റ് പോലും ഫെയിൽ ചെയ്യുമെന്നുള്ള, ബോണി ഇംപ്ലാന്റ്, പല്ലിനെ ഇംപ്ലാന്റ് ചെയ്ത് വെച്ചതൊക്കെ ഫെയിൽ ചെയ്യാന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ഇത്രയാണെങ്കിലും നമ്മൾ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യുകയും പ്രഷർ മരുന്ന് വെച്ചുള്ള കൺട്രോൾ കൊണ്ട് കാര്യമായ ബെനിഫിറ്റ് ഇല്ല. ശരിക്കും മരുന്നില്ലാതെ കൺട്രോൾ ചെയ്യുമ്പോഴാണ് നമ്മൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്രയും കാലം നമ്മൾ രോഗിയാണ്. മരുന്നില്ലാതെ നമ്മൾ ഡയബറ്റീസ് മാറ്റാൻ റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് റിവേഴ്സ് ചെയ്താൽ നമ്മൾ അതോടുകൂടി നമ്മുടെ രോഗി എന്നുള്ള നില മാറുകയാണ് ചെയ്യുന്നത്. അല്ലെ നമ്മളിങ്ങനെ മരുന്നും കഴിച്ച് ജീവിതകാലം മുഴുവൻ രോഗിയായിട്ടിരിക്കും. ഒന്നിന് പുറകെ രോഗം കൂടി വന്നുകൊണ്ടിരിക്കും. അതേ സമയത്ത് നമ്മൾ ഡയറ്റും കാര്യങ്ങളും നോക്കി നമ്മൾ റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹെൽത്ത് കൂടി വരും. പിന്നെ ഏജിങ്ങിൻ്റെ ഒരു പാർട്ട് മാത്രമേ വരുള്ളൂ. മറ്റേ രോഗിയല്ലാതെ, ബേസിക്കലി നമ്മളൊക്കെ രോഗിയല്ലാതെ ഇന്ന് ഒരു ഓൾഡ് ഏജ് കൊണ്ടായിരിക്കണം മരണം സംഭവിക്കുന്നത്. അല്ലാതെ രോഗത്തിൻ്റെ ഭാഗമായിട്ട് വന്ന സൈഡ് ഇഫക്റ്റ്, ഇപ്പം നമ്മൾ ഈ ഹാർട്ട് അറ്റാക്ക്, അൺടൈംലി ഡെത്ത് എല്ലാം തന്നെ ആക്സിഡൻറ്റിൻ്റെ ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ അൺടൈംലി ഡെത്തിൻ്റെ ഒരു മെയിൻ കാരണം ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണല്ലോ. നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈവൻ ഇൻഫെക്ഷൻസ് വന്ന്, ഈവൻ കോവിഡ് വന്ന് മരിച്ചിരിക്കുന്നവർ കൂടുതലും ഡയബറ്റിക് പേഷ്യൻസ്, കോവിഡിൻ്റെ കോംപ്ലിക്കേഷൻസിലോട്ട് പോയിട്ടുള്ള മിക്കവാറും, നമ്മളിപ്പം അതിൻ്റെ ഒന്നും സ്റ്റഡീസ് ഒന്നും അത്ര ക്ലിയർ ആയിട്ട്, പക്ഷെ ജനറലി വന്നിരിക്കുന്നതിനകത്ത് എല്ലാം ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ഉള്ളവർക്കാണ് വന്നിരിക്കുന്നത്. അല്ലാതെ എന്തെങ്കിലും അവരെന്തായിരുന്നു രോഗം എന്നറിയത്തില്ലായിരുന്നു, ഒരു കുഴപ്പമില്ലാത്തതാണെന്ന് പറഞ്ഞാലും നമ്മൾ ഡീറ്റെയിൽ ഹിസ്റ്ററി എടുക്കുമ്പോൾ അവർ മിക്കവാറും ഡയബറ്റീസിന് വേണ്ടിയിട്ടും ഒക്കെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ പുറകെ നോക്കുമ്പോൾ ആരും ഡയബറ്റീസിന് മരുന്ന് കഴിക്കുന്നതുകൊണ്ടോ കിഡ്നിക്ക് മരുന്ന്, പ്രഷറിന് മരുന്ന് കഴിക്കുന്നുണ്ടോ എന്നൊന്നും നമ്മൾ പുറമെ ഒരാളെ കാണുമ്പോൾ അറിയുന്നില്ലല്ലോ. അവർ മരുന്ന് കഴിക്കുന്ന ഒരാൾ ഒരു രോഗിയാണ്. അവർക്ക് ഇൻഫെക്ഷനും മറ്റു രോഗങ്ങളും ക്യാൻസറും ഇൻഫെക്ഷനും ഒക്കെ വരാനുള്ള ചാൻസും കൂടുതലാണ്. ഇതൊന്നും ഇല്ലാതെ മരുന്നില്ലാതെ പ്രഷറും കൊളസ്ട്രോളും ഷുഗറും ഒക്കെ കൺട്രോൾ ചെയ്താൽ മാത്രമേ നമ്മൾ സേഫ് ആവുന്നുള്ളൂ. നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയായി. അടുത്ത ആഴ്ച ഇതേ സമയം വേറൊരു വിഷയവുമായിട്ട് വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.